Good morning, opening hours with MyFinലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് റിസർച്ച് ഹെഡ് സൂരജ് നായർ സാറാണ്. സർ, ഗുഡ് മോർണിംഗ്. ഹാപ്പി മോർണിംഗ് അനില. യെസ് സർ, ഏതായാലും നമുക്ക് ആദ്യം തന്നെ മാർക്കറ്റിൻ്റെ അപ്ഡേറ്റിലേക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇന്നിപ്പോൾ പ്രധാനമായിട്ടും അതായത് ഇന്നലത്തേന് സമാനമായ തരത്തിൽ വളരെ കൺസോൾട്ടേറ്റ് ആയിട്ടൊരു റേഞ്ചിലാണ് മാർക്കറ്റിൽ ഇപ്പോൾ ട്രേഡിംഗ് നടന്നു വരുന്നത്. 25,400 എന്നൊരു ലെവൽ, 400 മുതൽ 500 വരെയുള്ളൊരു റേഞ്ചിലാണ് ഇന്നിപ്പോൾ ആദ്യത്തെ ഒരു 15 മിനിറ്റ്സ് പിന്നിടുമ്പോഴേക്ക് മാർക്കറ്റിൽ ട്രേഡിംഗ് പുരോഗമിക്കുന്നത്. നിലവിൽ 25,469.55 നിലയിൽ ഏകദേശം 10 പോയിന്റ്സിനടുത്ത് മാത്രം ഒരു മൂവ്മെൻറ്റാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സെക്ടേഴ്സിലേക്ക് പരിശോധിക്കുകയാണെങ്കിലും ഒരു മിക്സഡ് ആയിട്ടൊരു പെർഫോമൻസ് ആണ് കാണാൻ സാധിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ കമ്പയർഡ് ടു ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ഒരല്പം കൂടി ഔട്ട് പെർഫോമൻസ് നടത്താനായിട്ട് ബാങ്ക് നിഫ്റ്റിക്ക് സാധിക്കുന്നുണ്ട്. 57,162 എന്ന നിലയിൽ ഏകദേശം 200-ലധികം പോയിന്റ്സിൻ്റെ ഒരു മുന്നേറ്റം റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിക്ക് സാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ അതിന് സമാനമായ തരത്തിൽ നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസ് സൂചികയിലും ഒരു അപ്സൈഡിലേക്കുള്ള ഒരു മൂവ്മെൻ്റ് ആണ് കാണുന്നത്. ഏറ്റവും അധികം ഇന്നിപ്പോൾ നിഫ്റ്റിനെ ഡ്രാഗ് ചെയ്യുന്ന ഒരു സെക്ടർ എന്ന് പറയുന്നത് ഫാർമയാണ്. ഏകദേശം 0.5% ഒരു ഇടിവിലേക്കാണ് ഫാർമ സൂചിക നീങ്ങിയിരിക്കുന്നത്. ഏതായാലും മാർക്കറ്റിനെ സംബന്ധിച്ചുള്ള ഇനീഷ്യൽ അപ്ഡേറ്റ്സ് ഇതൊക്കെയാണ്. സർ, നമുക്ക് ആദ്യം തന്നെ ഇപ്പോൾ ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക് ട്രംപ് ഇസ് ബാക്ക് എന്ന് പറയേണ്ടിയിരിക്കുന്നു തോന്നുന്നു, ഇല്ലേ? കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷം, അല്ലെങ്കിൽ ഒരുപാട് നാൾക്കിന് ഉപരി കുറച്ച് നാളായിട്ട് ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ തോതിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും തന്നെ വരാതെ വീണ്ടും ഇന്നലെ വളരെ അപ്രതീക്ഷിതമായിട്ടൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇറക്കിയിരിക്കുന്നത്. അതായത് സൗത്ത് കൊറിയയ്ക്കും ഒപ്പം തന്നെ ജപ്പാനും മേലാണ് ഇപ്പോൾ താരിഫ് ഇമ്പോസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ 10ഓളം മറ്റ് രാജ്യങ്ങളുടെ മേലും താരിഫ് ഇമ്പോസ് ചെയ്യുമെന്നൊരു ഭീഷണി കൂടി ഇറക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഏതെങ്കിലും തരത്തിലൊരു റിട്ടാലിയേറ്റ് താരിഫ് ഈ രാജ്യങ്ങൾ ഏർപ്പെടുത്തുകയാണെങ്കിൽ ആ ഒരു റിട്ടാലിയേറ്റ് താരിഫ് പെർസെൻറ്റേജ് പ്ലസ് നിലവിൽ ട്രംപ് പറഞ്ഞിരിക്കുന്ന ആ ഒരു പെർസെൻറ്റേജ് ഓഫ് താരിഫ് ഇമ്പോസ് ചെയ്യുമെന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ട്രംപിൻ്റെ ഈ ഒരു നടപടിയെ മാർക്കറ്റിനെ എങ്ങനെയായിരിക്കും സർ സ്വാധീനിക്കുക? അനില പറഞ്ഞത് ശരിയാണ്. കാര്യം വെച്ചാൽ ഒരു കാര്യം ഉറപ്പാണ്, മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഗ്ലോബൽ എക്കണോമിയെ സംബന്ധിച്ചിടത്തോളം 90 ഡേ ആ ഒരു ബ്രീത്തിങ് പീരീഡ് ഉണ്ടല്ലോ, ആ മൊറട്ടോറിയം പീരീഡ് എൻഡ് ചെയ്യുന്നത് ഈ ജൂലൈ 8-9 എന്നുള്ളത് വളരെ ക്ലിയർ ആയിരുന്നു. അപ്പോൾ ഇത്രയും നാൾ, അതായത് ഒരു 3 മാസമാണ് ശരിക്കും പറഞ്ഞാൽ രാജ്യങ്ങൾക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു എന്നുള്ളത് നമുക്കറിയാമല്ലോ. നമ്മളിപ്പോൾ ഓൾറെഡി തന്നെ നമ്മൾ US UK ആയിട്ടൊരു ഡീല് സൈൻ ചെയ്തു. വിയറ്റ്നാമായിട്ട്, അതായത് ഒരു വലിയ രാജ്യമായ US കഴിഞ്ഞ് പിന്നെ വലിയ രാജ്യമായിട്ട് ചൈന കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയുന്നത് UK. അപ്പോൾ UK ആയിട്ടൊരു ഡീല് സൈൻ ചെയ്തു. എന്നാൽ ഒരു ചെറിയ രാഷ്ട്രമായിട്ടുള്ള വിയറ്റ്നാമും സൈൻ ചെയ്തു. അപ്പം മറ്റുള്ളൊരു കൺട്രിക്ക് ഈ 90 ഡേയ്സിൽ പാലിക്കാൻ പറ്റിയില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ചൈനയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാലോ, ചൈന ആയിട്ടൊരു ട്രേഡ് ഡീൽ ഫോർമലി സൈൻ ചെയ്തില്ലെങ്കിൽ പോലും ഒരു ടേംസ് ഓഫ് റെഫറൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളൊരു ധാരണയിലെത്തി. രണ്ടാമത് അൺനാച്ചുറൽ ആയിട്ടുള്ള ടാരിഫുകൾ, അതായത് 150, 200, 250 എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എന്താ പറയുക, വെറും ഒരു ഈഗോന്റെ പുറത്ത് വെച്ച സാധനങ്ങളൊക്കെ കുറച്ചുകൂടി മീനിങ് ഫുൾ രീതിയിലേക്ക് ഒരു 55% ഒക്കെ ആയിട്ട് കുറച്ചു എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് രാജ്യങ്ങളിലേക്ക്, അപ്പോൾ അതായത് നമ്മൾ വി ആർ ജസ്റ്റ് മിനിറ്റ്സ് അല്ലെ അവേഴ്സ് എവേ ഫ്രം ദ ടാരിഫ് ഡെഡ് ലൈൻ. അപ്പോൾ ആ മൊറട്ടോറിയം പീരീഡ് എൻഡ് ചെയ്യുന്നതിന് മുമ്പേ തീർച്ചയായിട്ടും അവരൊരു ഫോർമാലിറ്റി എന്ന രീതിയിൽ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് അയക്കുന്നു എന്നുള്ള. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ശരിയാണ്, ജപ്പാനിലേക്ക്, അതായത് ജപ്പാന് 25% അല്ലേ ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്ന ടാരിഫ്. ജപ്പാൻ എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു അഭിപ്രായ വ്യത്യാസം ടാരിഫിന് ഉണ്ടായിരുന്നു. കാര്യം അവർക്ക് റൈസ് ആവശ്യമുണ്ട്, അവർക്ക് റൈസ് ഷോർട്ടേജ് ആണ്, സ്കേഴ്സിറ്റി ഉണ്ടായിട്ട് പോലും ഞങ്ങളുടെ നിന്ന് അവർ എക്സ്പോർട്ട് ചെയ്യാൻ തയ്യാറല്ല എന്ന് ട്രംപിന്റെ വാക്കുകൾ 2 ആഴ്ച മുമ്പേ നമ്മളിവിടെ പറഞ്ഞു വെച്ചിരുന്നു എന്നുള്ള. അപ്പോൾ ജപ്പാനായിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ജപ്പാൻ വൺ ഓഫ് ദ ഫസ്റ്റ് കൺട്രീസ് ടു സൈൻ എ ഡീൽ എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ കാര്യങ്ങൾ ഈ ജപ്പാനെയും സൗത്ത് കൊറിയയും ഞാൻ വിചാരിച്ചത് പ്രത്യേകിച്ച് 90 ഡേ മൊറട്ടോറിയം പീരീഡിൽ UK, ജപ്പാൻ, സൗത്ത് കൊറിയ, ഇന്ത്യ എന്നിങ്ങനെ 4 രാജ്യങ്ങൾ സൈൻ ചെയ്യും. മേ ബി യൂറോപ്യൻ യൂണിയനും കൂടെ സൈൻ ചെയ്യുന്നതാണ് ഞാൻ വിചാരിച്ചത്. ബട്ട് കോൺട്രറി ടു അവർ എക്സ്പെക്ടേഷൻ, ആർക്ക് വേണ്ടിയിട്ടാണോ ഈ ടാരിഫ് തുടങ്ങിയത് അവരൊക്കെ ആയിട്ട് ഡീൽ സൈൻ ചെയ്ത് തുടങ്ങി. UK മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ചൈനയും വിയറ്റ്നാമും ഈ പറഞ്ഞ പോലെ അവർക്ക് വേണ്ടിയിട്ട് അവരാണ് ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങളെക്കാട്ടിലും ഏറ്റവും കൂടുതൽ അമേരിക്കയുടെ അടുത്ത് പാപം ചെയ്ത 2 രാഷ്ട്രങ്ങളുടെ അടുത്ത് ക്ഷമിക്കാൻ തയ്യാറായി എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഈ പറയുന്ന പോലെ പുതിയ ലെറ്ററുകൾ അയക്കുന്നത്, അതായത് ടാരിഫ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് അയക്കുന്നത് ഏതാണ്ട് ജപ്പാൻ 25, സൗത്ത് കൊറിയ 25, മലേഷ്യ 25, ബംഗ്ലാദേശ് 35, തായ്ലൻഡ് 36, കാംബോഡിയ 36, ഇന്തോനേഷ്യ 32%, ബോസ്നിയ 30%, ട്യൂണീഷ്യ 25%. നമ്മൾ ഇതിൻ്റെ ആ ഫിഗേഴ്സ് നോക്കുകയാണെങ്കിൽ ചില രാജ്യങ്ങൾക്കൊക്കെ നമ്മൾ April 2 നമ്മൾ അന്ന് പറഞ്ഞില്ലേ, അതായത് ലിബറേഷൻ ഡേ ടാരിഫ് പറഞ്ഞില്ലേ, അതേ ടാരിഫ് തന്നെയാണ് ചില രാജ്യങ്ങൾക്ക് വെച്ചേക്കണേ. എന്നാൽ ചില രാജ്യങ്ങൾക്ക് ചെറിയ പെർസെൻറ്റേജ് കൂടുതലും കൊടുത്തിട്ടുണ്ട്, ചില രാജ്യങ്ങൾക്ക് പെർസെൻറ്റേജ് കുറവുമാണ് പുതിയ ലെറ്ററിൽ കാണപ്പെടുന്നത് എന്നുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനം
എന്താണെന്ന് ഞാൻ തിരിച്ചും മറിച്ചും നോക്കിയിട്ട് എനിക്കില്ല. ഒരു ഭാഗത്ത് നിന്നും അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനും അതിനകത്തില്ല എന്നുള്ളതാണ്. ബട്ട് ഒരു ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം, ഈ ലെറ്റർ അയച്ച കൺട്രീസിനും മറ്റോ എല്ലാവർക്കും കൂടി ഏതാണ്ട് ഈ മൊറട്ടോറിയം പീരീഡ് എന്ന് പറഞ്ഞാൽ എന്തായാലും ഒരു ഓഗസ്റ്റ് 1 എന്ന രീതിയിലേക്ക് പുഷ് ചെയ്തേക്കണം. അപ്പോൾ ജൂലൈ 8 അല്ലെങ്കിൽ ജൂലൈ 9 എന്ന് പറയുന്നത് വെറും ഒരു സിംബോളിക് ആണ് എന്നുള്ളത് മാത്രമാണ്. പിന്നെ ഇതിനകത്ത് ഒരു ഹിഡൻ ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ അനില പറഞ്ഞല്ലോ, ഇപ്പോൾ ജപ്പാൻ, സൗത്ത് കൊറിയ, ഇന്തോനേഷ്യ, മലേഷ്യ, ബംഗ്ലാദേശ് ഉൾപ്പെടെ, കാംബോഡിയ ഉൾപ്പെടെ കുറച്ച് രാജ്യങ്ങൾക്ക് ലെറ്റർ അയച്ചു എന്ന് പറഞ്ഞല്ലോ. എനിക്ക് തോന്നുന്നു അതാണല്ലോ ഈ ഓഗസ്റ്റ് 1 വരെ നമ്മളൊരു ഗ്യാപ്പും കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ രാജ്യങ്ങളെ കൊണ്ടാണ് US ആവശ്യം, അല്ലാണ്ട് ഈ 100 രാജ്യങ്ങൾക്ക് അയച്ചിട്ടില്ലല്ലോ. എന്തുകൊണ്ട് ഈ രാജ്യങ്ങൾക്ക് മാത്രം ഇപ്പോൾ ലെറ്റർ അയച്ചു? ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ ഇന്നും രാത്രി അയക്കുമോ എന്ന് എനിക്കറിയില്ല. ബട്ട് ആദ്യത്തെ റൗണ്ടിൽ അയച്ച കൺട്രികളിൽ നിന്നും എത്രയും പെട്ടെന്ന് ഒരു ഡീൽ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നു എന്നുള്ള ഒരു ഇൻഡയറക്റ്റ് മെസ്സേജും കൂടെ ട്രംപ് അല്ലെങ്കിൽ US അഡ്മിനിസ്ട്രേഷൻ കൊടുക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പറയണതെന്നറിയോ, അതായത് we will have deals with few countries in the next 24 to 48 hours. അതായത് ചില രാജ്യങ്ങളായിട്ട് ഡീല് നമ്മൾ ഉടനെ തന്നെ നടക്കും. അപ്പോൾ അതിനകത്ത് ലോകരാജ്യങ്ങളുടെ അല്ലെങ്കിൽ ലോക എക്കണോമിസ്റ്റുകളുടെ കമൻട്രി പറയുന്നത് ഒന്ന് ഇന്ത്യ ആവാം, ഒന്ന് യൂറോപ്യൻ യൂണിയൻ ആവാം എന്നുള്ള ചാൻസുകളും പറയുന്നു. നമുക്കറിയില്ല എങ്ങനെയാണ് വരുന്നത് എന്നുള്ള. ലാസ്റ്റ് മിനിറ്റിൽ വേണമെങ്കിൽ അത് മറിച്ചും സംഭവിക്കുക എന്നുള്ളതാണ്. സ്കോട്ട് ബെസന്റെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്, അതായത് മൈ ഇമെയിൽ ഇൻബോക്സ് ഇസ് ഫുൾ വിത്ത് മെസ്സേജസ്. ഇമെയിൽ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഓരോരുത്തരുടെ ഓഫർ. എനിക്കിനി അത് ഓരോന്നായിട്ട് നോക്കണം. അതുകൊണ്ടാണ് ഈ ഓഗസ്റ്റ് 1 എന്നുള്ള ഡെഡ് ലൈനിലേക്ക് വന്നേക്കണേ എന്നുള്ള. പിന്നെ വേറൊരു കാര്യം അറിയാലോ, നമുക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ ബ്രിക്സ് രാജ്യങ്ങളുടെ ഒരു സബ്മിറ്റ് റിയോ ഡി ജനീറോ ബ്രസീലിൽ നടന്നു എന്നുള്ളതാണ്. അവിടെ വെച്ചിട്ട് അവരെല്ലാവരും കൂടെ ചേർന്ന് ഒരു ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് പറയുകയുണ്ടായി. അതായത് ട്രംപിന്റെ ടാരിഫ്, ട്രംപ് US എന്ന് എടുത്തു പറഞ്ഞില്ല, അതായത് ഈ റിറ്റാലിയേറ്ററി അതായത് അല്ലെങ്കിൽ യൂണിലാറ്ററൽ ടാരിഫുകൾ ശരിക്കും പറഞ്ഞാൽ ലോക ട്രേഡിന് നല്ലതല്ല. അതുമാത്രമല്ല ആ സ്പിരിറ്റ് ഓഫ് WTO, ആ WTO പ്രിൻസിപ്പിൾസിന് എഗെയിൻസ്റ്റ് ആണെന്നുള്ളൊരു ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് വന്നത് ട്രംപിന് അത്ര രീതിയിൽ നന്നായിട്ട് സുഖിച്ചില്ല എന്നുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ. അപ്പോൾ ട്രംപ് പറഞ്ഞിട്ടുണ്ട്, ഈ ബ്രിക്സ് പോലെയുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ ബ്രിക്സിന്റെ കൂടെ ആരെങ്കിലും അലൈൻ ചെയ്ത് ആന്റി US സ്റ്റാൻഡ് എടുക്കുകയാണെങ്കിൽ അവരിന്മേൽ ഞങ്ങൾ 10% അഡീഷണൽ ടാരിഫ് വയ്ക്കും എന്നുള്ളൊരു ഭീഷണി കൂടെ ട്രംപ് പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. അതൊരു വാർണിംഗ് ആയിട്ട് കണക്കാക്കിയാൽ മതി, അതൊന്നും ചെയ്യാൻ പോകണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് പക്ഷേ എങ്കിലും നമ്മൾ ഒന്നുകൂടി ഫൈൻ പ്രിന്റ് വായിക്കുകയാണെങ്കിൽ ജോയിന്റ് സ്റ്റേറ്റ്മെന്റിൽ US എന്നോ ട്രംപ് എന്നോ വാക്ക് ഉപയോഗിച്ചിട്ടില്ല. അവരൊരു ജനറലായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അവരും അത് ഡിപ്ലോമാറ്റിക് ആയിട്ട് ഹാൻഡിൽ ചെയ്തു എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ. എല്ലാവരും ഒന്നും ഉണ്ടായിരുന്നു, ബ്രസീലും ഇന്ത്യയും ഒന്നും സംസാരിച്ചില്ല എന്നുള്ളതാണ് മനസ്സിലാക്കിയതെന്നുള്ള. അതായത് കാര്യം ദേ ആർ ക്ലോസ് ടു സൈനിങ് എ ഡീൽ എന്നുള്ള. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു സംശയം, നമ്മൾ പറഞ്ഞല്ലോ ഈ നെക്സ്റ്റ് 24 to 48 hours ചില രാജ്യങ്ങൾ സൈൻ ചെയ്യും. അതിൽ ചിലപ്പോൾ ഇന്ത്യയും ബ്രസീലും യൂറോപ്യൻ യൂണിയനും ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ബ്രിക്സ് ശരിക്കും പറഞ്ഞാൽ 2009 ഇവർ ആദ്യം ഒരു സബ്മിറ്റ് നടത്തിയത്. അന്ന് 4 രാജ്യങ്ങൾ, അന്ന് ബ്രിക്സ് അല്ല ബ്രിക്കാണ്, അതായത് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന. പിന്നെ അതിനുശേഷമാണ് ശരിക്കും പറഞ്ഞാൽ സൗത്ത് ആഫ്രിക്ക അതിലേക്ക് വന്നു എന്നുള്ളത്. പിന്നെ ലാസ്റ്റ് ഇയർ എനിക്ക് തോന്നുന്നു കുറച്ച് അഡീഷൻസ് വന്നിട്ടുണ്ട്. ഈജിപ്റ്റ്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, UAE ഒക്കെ ഏതാണ്ട് ആ ബ്രിക്സ് എന്ന് പറയുന്ന ആ ഒരു ഓർഗനൈസേഷനിലേക്ക് ജോയിൻ ചെയ്തിട്ട് ഏതാണ്ട് 30ഓളം രാജ്യങ്ങൾ അവരുടെ വില്ലിങ്നെസ് അറിയിച്ചു ജോയിൻ ചെയ്യാനാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാര്യം വെച്ചാൽ നമ്മളിപ്പോൾ ഈ G7-ലും G20-ലൊക്കെ പോയി കഴിഞ്ഞാൽ അമേരിക്കയുടെ ആധിപത്യമാണ്. അപ്പോൾ അമേരിക്കൻ സൂപ്രമസിയും അമേരിക്ക പറയുന്ന കാര്യങ്ങളും ഒക്കെയാണ് അവിടെ നടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതൊരു കറക്റ്റ് ഫോറം അല്ല എന്ന് പല രാജ്യങ്ങളും വിചാരിച്ചിട്ട് ബ്രിക്സ് പോലെയുള്ള എന്താ പറയുക ഈ ഓർഗനൈസേഷൻസിനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഏതാണ്ട് പറയുന്നത്. ഈ US മാർക്കറ്റ്സിൻ്റെ ഒരു ഹാൻഡ് ഓവർ നമ്മൾ നോക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ ഒരു എഫക്റ്റ് വന്നില്ല. അതായത് നമ്മൾ വിചാരിച്ച പോലെയുള്ള ഒരു പോസിറ്റീവും വന്നില്ല, നെഗറ്റീവ് മാർക്കറ്റിൽ വന്നിട്ടില്ല. ഒരു ചെറിയ നെഗറ്റീവ് ബയസ്, അതായത് S&P 500 എനിക്ക് തോന്നുന്നു -0.7% ഡൗൺ ആയിരുന്നു. നാസ്ഡാക്ക് നിയർലി 1%, -0.092% ഡൗൺ ആയിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളിപ്പോൾ US 10-year ബോണ്ട് ഈൽഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ചെറിയൊരു ഇൻക്രീസ് അതിൽ കാണുന്നുണ്ട്. ഞാൻ ലാസ്റ്റ് ടൈം ഞാൻ നോക്കിയപ്പോൾ 4.38% ആയിട്ട് നിന്നു. എന്നാൽ സബ്സ്റ്റാൻഷ്യൽ ഇൻക്രീസും അവിടെ ഇല്ല എന്നുള്ള. ഡോളർ ഇൻഡെക്സും ഏതാണ്ട് ചെറിയ മൈൽഡ് രീതിയിൽ സർജ് ചെയ്തു, 97.3 മൈൽഡ് കേട്ടോ, മരുന്നിന് മാത്രമേ സർജ് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താ ഈ ക്രൂഡ് ഓയിൽ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ടൈം ഞാൻ ചെക്ക് ചെയ്യാൻ നേരത്തെ ഏതാണ്ട് $69.6 പെർ ബാരൽ എന്നുള്ള രീതിയിൽ നിൽക്കുന്നു. അപ്പോൾ ഈ പറയുന്ന പോലെ നമ്മൾ ഒരു ഹാൻഡ് ഓവർ ഇന്റർനാഷണൽ മാർക്കറ്റ്സിൽ നിന്ന് അല്ലെങ്കിൽ US മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ നത്തിങ് ഗുഡ് ഓർ ബാഡ് അങ്ങനത്തെ രീതിയിലാണ് മാർക്കറ്റ് നിൽക്കുന്നതെന്നുള്ള. ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു റെസിസ്റ്റൻസ് സോൺ നമുക്കറിയാലോ, ഏതാണ്ട് 25,600 ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോയാലേ നമുക്ക് സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ മാർക്കറ്റിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. എന്നാൽ താഴേക്കാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നത് 25,331 അത് കഴിഞ്ഞ് 25,215. കാര്യം നമ്മൾ 2 ആഴ്ച മുമ്പ് ഈ 25,250 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകണം എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ അതൊരു റെസിസ്റ്റൻസ് ആയിട്ട് മാറുന്നു എന്നുള്ളതാണ്.
അതായത് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഒരു ട്രേഡിംഗ് റേഞ്ച്, ഒരു ടൈറ്റ് ട്രേഡിംഗ് റേഞ്ചിലാണ്. അതായത് മുകളിലോട്ടും താഴോട്ടും ഒരു ട്രിഗർ ഇല്ല. അപ്പോൾ ഒരു ചത്ത് കിടക്കുന്ന മാർക്കറ്റ് പോലെയാണ്. ഇപ്പോൾ ഇന്നലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ FMCG സെക്ടറിൽ ചെറുതായിട്ടൊരു പോസിറ്റീവ് ബയസ് അല്ലാതെ മാർക്കറ്റ് മീനിങ് ഫുൾ ആയിട്ട് ഒന്നും നടന്നിട്ടില്ല എന്ന് വേണം പറയാം. നമ്മൾ ഈ ടാരിഫിനെ കുറിച്ച് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്, അനിലേക്ക് അറിയാമെന്ന് തോന്നുന്നു. അതായത് നമ്മൾ പറഞ്ഞു വെച്ചാൽ ടാരിഫ് സൈൻ ചെയ്യണമെങ്കിൽ ഇന്ത്യക്ക് ഞാൻ പേഴ്സണലി നല്ലതാണെന്ന് വിശ്വസിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം, നമ്മളിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് എക്സ്പോർട്ട് ചെയ്യണം, US എക്സ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾക്ക് ഏതാണ്ട് അവിടെ ടാരിഫ് വയ്ക്കുന്നിടത്തോളം കാലം നമുക്ക് ഈ പറയുന്ന പോലെ പ്രോഡക്ട്സിന്റെ കോസ്റ്റ് ഓഫ് എക്സ്പോർട്ട്സ് എന്തായാലും ഇൻക്രീസ് ചെയ്യാനാണ് പോകുന്നതെന്നുള്ള. അപ്പം നമ്മൾ ഇവിടുന്ന് 10 രൂപയ്ക്ക് അയച്ച സാധനം ഇനി വെറും 10% ടാരിഫ് എങ്കിൽ പോലും 10 എന്നുള്ളത് 11 മാറും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇന്ത്യൻ കമ്പനീസ് വിൽ ബി ഓപ്പൺ ടു ഓർ സബ്ജക്ട് ടു ലോഡ് ഓഫ് കോമ്പറ്റീഷൻ. കാര്യം അമേരിക്കയ്ക്ക് തിരിച്ചൊരു എൻട്രി കൊടുക്കണമല്ലോ. അപ്പോൾ പല ക്രിട്ടിക്കൽ ആയിട്ടുള്ള സെക്ടേഴ്സും എസ്പെഷ്യലി ഈ പറയുന്ന പോലെ അഗ്രികൾച്ചർ, ഫാമിംഗ്, ഡയറി പ്രോഡക്ട്സ് അല്ലെങ്കിൽ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ്, ആ രീതിയിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ടൈറ്റ്നസ് ഇന്ത്യൻ എക്കണോമിക്ക് വരാന്നുള്ള. അപ്പം ഈവൻ ഇഫ് വി സൈൻ എ ഡീൽ ഓർ ഇഫ് വി ഡു നോട്ട് സൈൻ എ ഡീൽ, it is going to be challenging for India and Indian companies എന്നുള്ളത് പറഞ്ഞു വയ്ക്കണം. ബട്ട് ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഇറ്റ് ഈസ് നെഗറ്റീവ്. ഞാൻ അതിൻ്റെ ഒരു വേറൊരു വശം, അതായത് റിസ്ക് ഒന്ന് ക്വാണ്ടിഫൈ ചെയ്ത് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മളിപ്പോൾ ഈ പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ഈ ടാരിഫ് കൊണ്ട് ഗുണം കിട്ടുന്ന ഏക രാജ്യം എന്ന് പറയുന്നത് US തന്നെയാണ്. കാര്യം US സംബന്ധിച്ച് പല രാജ്യങ്ങളിലേക്കും ഫ്രീ അക്സസ് കിട്ടുന്ന മാത്രമല്ല, അവരുടെ രാജ്യത്തിലേക്ക് വരുന്ന ഇമ്പോർട്ട് കോസ്റ്റ്ലി ആവുകയും കൂടെ ചെയ്യും. അതായത് അവരുടെ പോർട്ടിൽ തന്നെ ഒരു പൈസ കളക്ട് ചെയ്യും. അതായത് സ്കോട്ട് ബെസന്റ് അതിനൊരു ഫിഗർ പോലും തന്നിട്ടുണ്ട്. അതായത് ഇനി 10 കൊല്ലം കൊണ്ട് അവർ നേടാൻ പോണത് ഏതാണ്ട് US ഡോളേഴ്സ് 2.8 ട്രില്യന്റെ വരവ് ടാരിഫിൽ നിന്ന് മാത്രം കിട്ടുന്നതാണ് പറയുന്നത്. $2.8 ട്രില്യൺ. $2.8 ട്രില്യൺ 10 കൊല്ലം കൊണ്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഈ അമേരിക്കൻ ഡെഫിസിറ്റിനെ കുറച്ചുകൂടെ ഒന്ന് കുറയ്ക്കാനായിട്ട് സഹായിക്കും. അമേരിക്കയുടെ ഡെപ്റ്റിനെ കുറയ്ക്കാനായിട്ട് സഹായിക്കും എന്നുള്ള കാര്യം വാസ്തവം തന്നെയാണ്. ഒന്നാമത്തെ കാര്യം അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ ഇവർ കാലെടുത്ത് മുന്നോട്ട് വെച്ചിട്ട് മറ്റേ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ, സ്പെൻഡിങ് ബില്ലായിട്ട് മുന്നോട്ട് പോകാനുള്ള കോൺഫിഡൻസ് ട്രംപിന് ഉണ്ടായിരുന്നു എന്നുള്ള. ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് അതിൻ്റേതായുള്ള ചലഞ്ചസ് നമുക്കുണ്ടെന്നറിയാം. ടാരിഫാണ് നമ്മുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂ. അത് മേ ബി 24-48 അവേഴ്സിൽ അതിനൊരു തീരുമാനം ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ജെയിൻ സ്ട്രീറ്റ് ഇഷ്യൂ നമ്മൾ വെള്ളിയാഴ്ചയും ഇന്നലത്തെ ഓപ്പണിംഗ് അവേഴ്സിലും ജെയിൻ സ്ട്രീറ്റിന്റെ ഇഷ്യൂ എന്താണെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ജെയിൻ സ്ട്രീറ്റ് പോലത്തെ ഹൈ ഫ്രീക്വൻസി ക്വാണ്ട് ബേസ്ഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബേസ്ഡ് അൽഗോരിതം മെഷീൻ ട്രേഡിംഗ് കമ്പനീസിന് ഒരു ഇൻവെസ്റ്റിഗേഷനോ സ്ക്രൂട്ടണിയും വരുന്നതോടുകൂടി ചിലപ്പോൾ NSEയിലെയും BSEയിലെയും വോളിയൂംസ് കുറഞ്ഞേക്കാം. ഇതുവരെ അങ്ങനെ ഒരു ഇത് കണ്ടിട്ടില്ല. നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു എവിഡൻസ് നമുക്ക് കിട്ടിയിട്ടില്ല. ബട്ട് കുറയാനുള്ള ചാൻസ് ഉണ്ട്. ഇവരൊക്കെ പോകുകയാണെങ്കിൽ 35% ഈ പറയുന്ന പോലെ ഇന്ത്യൻ മാർക്കറ്റിന്റെ F&O ട്രേഡിംഗ് വോളിയം, ഡെറിവേറ്റീവ് വോളിയം കുറയും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്ന സ്റ്റഡീസ് പറഞ്ഞു വരുന്നത്. ഇപ്പോൾ ഈ സെബിയെ സംബന്ധിച്ച് നമ്മൾ ഈ ജെയിൻ സ്ട്രീറ്റിന്റെ കൂടെ തന്നെ പറയേണ്ട കാര്യമുണ്ട്. അതായത് FY25 ഡെറിവേറ്റീവ്സിൽ കുറിച്ച് ഒരു സ്റ്റഡി ഇപ്പോൾ ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് FY24-25 എന്ന് പറയുന്ന ഫിനാൻഷ്യൽ ഇയറിൽ നെറ്റ് ലോസ് ഓഫ് ഇൻഡിവിജ്വൽ ട്രേഡേഴ്സിന്റെ നെറ്റ് ലോസ് കഴിഞ്ഞ കൊല്ലത്തിനേക്കാളും 41% കൂടി, വൈഡൻ ചെയ്തു. അതായത് 1.05 lakh crore 1.05 lakh crore ആയിട്ട് ഉയർന്നു എന്നുള്ളതാണ്. അതായത് നമ്മുടെ ലോസ് ഉയർന്നു എന്നാണ് മനസ്സിലായത്. അതായത് ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സിനുള്ള ലോസ് ശരിക്കും പറഞ്ഞാൽ 1.1 lakh ആയി. അതായത് ആവറേജ് ലോസ് പെർ പേഴ്സൺ എല്ലാവർക്കും അതേപോലെ നല്ലൊരു ഫിഗർ കിട്ടിയിരിക്കുന്ന ആവറേജ് ലോസ് പെർ പേഴ്സൺ എന്ന് പറയുന്നത് 1.1 lakh crore. അതായത് FY24 ഇത് 86,726 ആയിരുന്നു. അതായത് ഒരു ഇൻഡിവിജ്വൽ, ഒരു ആവറേജ് ഇൻവെസ്റ്ററിന്റെ ലോസ് എന്ന് പറയുന്നത് കൂടിയിരിക്കുന്നു എന്നുള്ള ഫിഗറാണ് വന്നേക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഡെറിവേറ്റീവിൽ സംഭവിക്കുന്നത്. അതായത് ഒരു അണ്ടർലൈനിങ് ആയിട്ട് പറയുന്നെങ്കിൽ വീണ്ടും സ്റ്റഡി പറയുന്ന FY25 91% of the people who trades in derivatives, futures and options lost money. അതാണ് ഇതിൻ്റെ സമ്മറി എന്ന് പറയുന്നത്. അതായത് 91% ഈ ട്രേഡേഴ്സിന് കാശ് പോയതായിട്ടാണ് കാണുന്നതെന്നുള്ളത്. അപ്പോൾ ഈ കൊല്ലങ്ങളിലൊക്കെ നടന്നതുപോലെ തന്നെ FY25 സംഭവിച്ചേക്കണമെന്നുള്ളതാണ്. നമ്മുടെ ഇവിടെ ഒരു സെക്ടറലായിട്ട് നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ വാച്ച് ഔട്ട് ചെയ്യേണ്ട ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റൈൽ സെക്ടർ ആട്ടോ. കാര്യം നമ്മുടെ ടെക്സ്റ്റൈൽ സെക്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഇപ്പോൾ ബംഗ്ലാദേശിന് ഇന്നലെ ലെറ്റർ അയച്ചിട്ടുണ്ട് 35% എന്നുള്ളത്. അത് നേരത്തെ 36-37 എങ്ങാണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ലിബറേഷൻ ഡേ അവിടുന്ന് 1-2% കുറച്ചിട്ടുണ്ട്. എങ്കിലും നമ്മളെക്കാളിലും കൂടുതലാണെന്നുള്ളത് ആശ്വാസകരം. ചൈനയ്ക്ക് ഓൾറെഡി 55% വച്ചു എന്നുള്ളതാണ്. അപ്പം നമുക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് യൂണിവേഴ്സൽ ടാരിഫായ 10% മാത്രമേ ഇന്ത്യക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. ബട്ട് സെക്ടോറൽ ടാരിഫുകൾ ഉണ്ട് കേട്ടോ. സെക്ടോറൽ ടാരിഫുകൾ അങ്ങനെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ള. സെക്ടോറൽ ടാരിഫ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റൈൽസിന് 26% ആണ്. എങ്കിലും 26% നമുക്ക് ഇപ്പോൾ ഉള്ളത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ബംഗ്ലാദേശിനേക്കാളും ചൈനയെക്കാളും ഭേദമാണ്. ബട്ട് വിയറ്റ്നാമിനെ സംബന്ധിച്ച് നമ്മൾ കൂടുതലാണ് എന്നുള്ളത്. അപ്പോൾ വിയറ്റ്നാമായിട്ട് ഓൾറെഡി സൈൻ ചെയ്തു അത് ഏതാണ്ട് 20% ആണ് എന്നുള്ളതാണ്. അപ്പോൾ ബ്രിക്സിനകത്ത് 10% അഡീഷനും കൂടി വരുന്നില്ല.
ബ്രിക്സിന് പറഞ്ഞിട്ടില്ല, ഒരു ത്രട്ടനിങ് മാത്രമേ വന്നിട്ടുള്ളൂ, ഇമ്പോസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും അത് നടക്കില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വ്യക്തിപരമായിട്ട്. പിന്നെ അത് മാത്രമല്ല, ഇന്തോനേഷ്യക്ക് ലെറ്റർ അയച്ചിട്ടുണ്ടല്ലോ ഈ പറഞ്ഞ പോലെ ടാരിഫ് വെച്ച്. അത് മിക്കവാറും ഇന്ത്യയിലെ പേപ്പർ കമ്പനീസിന്റെ സ്റ്റോക്സിനെ ഒന്ന് നോക്കാം. അപ്പം ടെക്സ്റ്റൈൽ സ്റ്റോക്സും പേപ്പർ സ്റ്റോക്സും ഒന്ന് വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ സ്റ്റോക്സ് ഇൻ ന്യൂസ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ച് JLRന്റെ സെയിൽസ് അപ്ഡേറ്റ്, അതായത് Q1 സെയിൽസ് അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ക്വാർട്ടർലി ബേസിസിലും ഇയർലി ബേസിസിലും അത് ചെറുതായിട്ട് ഡൗൺ ആണ്, 10-15% ഡൗൺ ആണെന്നുള്ളത്. ബട്ട് ഒരു കണക്കിന് ഞാൻ നോക്കുകയാണ്, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, എനിക്കറിയില്ല, ഞാൻ തെറ്റാം, ഇതൊക്കെ ഒരു വിധം തന്നെ എക്സ്പെക്റ്റഡ് ആയിരുന്നു. പക്ഷേ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് Q1 ഇങ്ങനെയൊക്കെ സെയിൽസ് ഡൗൺ ആണെങ്കിൽ പോലും അവരുടെ മാർജിൻ എക്സ്പാൻഷൻ നടക്കും എന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ടാറ്റ മോട്ടോഴ്സ് സ്റ്റോക്ക് ഗ്രീൻ ആയാലും അത്ഭുതപ്പെടാനില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ട് അഭിപ്രായം. എനിക്കറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല. ടൈറ്റനെ സംബന്ധിച്ച് Q1 അപ്ഡേറ്റ് വന്നു എന്നുള്ളതാണ്. 18% ഗ്രോത്ത് ആണ് അവർ എക്സ്പെക്ട് ചെയ്യണമെന്നാണ് Q1 ബിസിനസ് അപ്ഡേറ്റ് അവർ പറയുന്നത്. എന്നാൽ മാർക്കറ്റ് പ്രതീക്ഷിച്ചത് 20, 21, 22 ഒക്കെയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ടൈറ്റനിൽ നിന്നുള്ള എക്സ്പെക്ടേഷൻ വളരെ ഹൈ ആണെന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ സെൻകോ ജുവലേഴ്സും കല്യാൺ ജുവലേഴ്സും അങ്ങനത്തെ സമാനമായിട്ടുള്ള നല്ല റിസൾട്ട്സ് കൊണ്ടുവന്നുകൊണ്ട് ടൈറ്റനിൽ നിന്ന് എക്സ്പെക്ടേഷൻ ഹൈ ആയിരുന്നു. അപ്പോൾ 18% ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റ് നല്ല രീതിയിൽ എടുക്കാൻ ചാൻസ് ഇല്ല. എന്നാൽ അവരെ സംബന്ധിച്ച് ഈ ജുവലറി ഡിവിഷൻ മോശമായിട്ട് പെർഫോം ചെയ്തെങ്കിൽ അവരെ സംബന്ധിച്ച് വാച്ച്, ഐവെയർ, ഫ്രേഗ്രൻസ് ഒക്കെ നന്നായിട്ട് പെർഫോം ചെയ്തു. ഈവൻ അവരുടെ ക്യാരറ്റ് ലൈനും കൂടെ നന്നായിട്ട് പെർഫോം ചെയ്തില്ല. കോട്ടക് ബാങ്കിനെ സംബന്ധിച്ച് ബിസിനസ് അപ്ഡേറ്റ് ശരിക്കും പറഞ്ഞ ഒരു പ്രൊവിഷണൽ അപ്ഡേറ്റ് വന്നു. അതും വീണ്ടും ഹയർ ദാൻ എസ്റ്റിമേറ്റ് ആയിരുന്നു, ഡീസന്റ് ആയിരുന്നു. റിസൾട്ട് വരുമ്പോൾ മാത്രമേ അതിന്റെ ഫൈൻ പ്രിന്റ് അറിയാവുള്ളൂ എന്നുള്ളതാണ്. ശോഭയെ സംബന്ധിച്ച് ഒരു ന്യൂസ് വന്നേക്കണേ, അവരുടെ ഹയസ്റ്റ് എവർ ക്വാർട്ടർലി സെയിൽസ്, ബെസ്റ്റ് ക്വാർട്ടർലി സെയിൽസ് നടന്നു എന്നുള്ളതാണ്. നവീൻ ഫ്ലൂറിൻ ഈ പറഞ്ഞ പോലെ ഒരു ഫണ്ട് റേസിംഗ് പറഞ്ഞിട്ടുണ്ട് QIPയിൽ കൂടെ. അത് ഏതാണ്ട് 750 കോടിയാണ് അവർ കളക്ട് ചെയ്യുന്നത്. അവർ ഇൻഡിക്കേറ്റീവ് ഇഷ്യൂ പ്രൈസ് പെർ ഷെയർ അവർ പറഞ്ഞേക്കണേ 4,680 രൂപയ്ക്കാണ് ഫണ്ട് കളക്ട് ചെയ്യുന്നത്. ഏതാണ്ട് 3.2% ഇക്വിറ്റി ഡൈല്യൂഷനാണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ള. അവർ ഫണ്ട് റേസ് ചെയ്യുന്നത് അവിടെ ഡെപ്റ്റ് റീപേയ്മെന്റിന് വേണ്ടിയിട്ടും വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയിട്ടാണ്, ജനറൽ പർപ്പസിന് വേണ്ടിയിട്ടെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിൽ ഒരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ പറഞ്ഞു ടാറ്റ മോട്ടോഴ്സ്, ടൈറ്റൻ, നവീൻ ഫ്ലൂറിൻ, കോട്ടക് ബാങ്ക്, അതുകൂടാതെ ടെക്സ്റ്റൈൽസ്, ശോഭ, ടെക്സ്റ്റൈൽ സെക്ടർ സ്റ്റോക്സും പേപ്പർ സ്റ്റോക്സും, അതായത് JK പേപ്പർ, അങ്ങനത്തെ ബിൽട്ട്, അങ്ങനത്തെ ബല്ലാർപൂർ, അങ്ങനത്തെ സ്റ്റോക്സുകളും കൂടെ ഒന്ന് നോക്കണം, ഇതൊന്ന് വാച്ച് ഔട്ട് ചെയ്യണമെന്ന് മാത്രം പറഞ്ഞു വയ്ക്കുന്നു. ബാക്കിയുള്ള ടാരിഫിന്റെ കാര്യങ്ങളും ജെയിൻ സ്ട്രീറ്റിന്റെ ഒക്കെ നമ്മൾ പല ടൈമിലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ് അനില. സാർ, അതിനോടൊപ്പം തന്നെ ഇന്നിപ്പോൾ നമ്മുടെ ഒരു പ്രേക്ഷകൻ ഇന്നലത്തെ ഒരു വീഡിയോയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മണിക്കൂട്ടൻ എന്നൊരു പ്രേക്ഷകനായിരുന്നു ചോദിച്ചിരുന്നത്. പ്രധാനമായിട്ടും ചോദിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് ഒരു റിയൽ എസ്റ്റേറ്റ് പർപ്പസിനായിട്ട് അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള സ്റ്റോക്സ്, പ്രോഫിറ്റബിൾ ആയിട്ട് നിൽക്കുന്ന സ്റ്റോക്സ് വിൽക്കുന്നത് എത്രത്തോളം നല്ലതായിരിക്കും, എത്രമാത്രം മെച്ചപ്പെട്ട ഡിസിഷൻ ആയിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സാർ, അതിൽ തന്നെയും ഒരുപക്ഷെ എല്ലാ നിക്ഷേപകരും ഈസി ആയിട്ട് എൻട്രി എടുക്കും, പ്രത്യേകിച്ചും സ്റ്റോക്സിലേക്ക് എടുക്കുമ്പോഴേക്കും ഈസി ആയിട്ട് എൻട്രി എടുക്കും. പക്ഷേ എക്സിറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് പലപ്പോഴും നിക്ഷേപകരെ കുഴപ്പത്തിലാക്കുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്. കാരണം പ്രോഫിറ്റ് കൂടുമ്പോഴേക്കും ഇനിയും പ്രോഫിറ്റ് കൂടുമോ എന്നുള്ള ആ ഒരു ഭീതിയും, ഒപ്പം തന്നെ പെട്ടെന്ന് ഇരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ പെട്ടെന്ന് സെൽ ഓഫ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു പാനിക് സെല്ലിങ്ങും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. എപ്പോഴായിരിക്കും ഒരു സ്റ്റോക്കിൽ നിന്നൊരു എക്സിറ്റ് ചെയ്യേണ്ടത്? അതിൻ്റെ ഒരു പ്രോസസ്സ് എന്താണ്? അല്ല, അത് ആക്ച്വലി ഞാൻ കണ്ടിരുന്നു നമ്മുടെ വീഡിയോന്റെ അടിയിൽ മണിക്കുട്ടൻ അങ്ങനെ ഒരു എന്താ പറയുക ക്വസ്റ്റ്യൻ ചോദിച്ചു എന്നും ഞാൻ അതിനൊരു ചെറിയൊരു റിപ്ലൈ കൊടുക്കുകയും കൂടെ ചെയ്തതാണ്. പക്ഷേ അത് മാത്രമല്ല, ഞാൻ ആലോചിച്ചാണ് ഇതിനെക്കുറിച്ച് ഒരു ഡിസ്കഷൻ നമുക്ക് ചെയ്യണം എന്നുള്ളത്. കാര്യം വെച്ചാൽ പലപ്പോഴായിട്ട് പലരും എൻ്റെ അടുത്ത് ഇത് ചോദിച്ചിട്ടുണ്ട്, അതായത് പേഴ്സണലി കാണുമ്പോഴും ചോദിച്ചിട്ടുണ്ട് എപ്പോഴാണ് സെല്ല് ചെയ്യേണ്ടത്. അത് സെല്ലിംഗ് എന്നുള്ളതിനേക്കാളും അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ വശത്തിലുള്ള ചോദ്യം, അതായത് ഞങ്ങൾ സെല്ല് ചെയ്തതിന് ശേഷം സ്റ്റോക്ക് ഡബിളായി ട്രിപ്പിളായി, അതാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അതായത് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ എപ്പോൾ സെല്ല് ചെയ്യണം എന്നുള്ള ചോദ്യത്തിനേക്കാളും ഇന്നർ മീനിങ് എന്താണെന്നറിയോ, ഞങ്ങൾ നേരത്തെ സെല്ല് ചെയ്ത് പോയി, അത് കഴിഞ്ഞ് സ്റ്റോക്ക് അത് കയ്യിൽ വച്ചാൽ മതിയായിരുന്നു, അതിപ്പോൾ ഒരു മിസ്റ്റേക്ക് ആയിപ്പോയി എന്നുള്ളത് പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പലപ്പോഴും ചോദിക്കണം അതൊന്ന് ഓപ്പണിംഗ് അവേഴ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ മണിക്കൂട്ടിൻ്റെ ചോദ്യം കൂടെ അനില ചോദിച്ചു തന്നാൽ ഇപ്പം നമ്മൾ സാധാരണ നോക്കുമ്പോണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബൈ ചെയ്യുന്നതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷനാണ് സെല്ല് ചെയ്യുക എന്നുള്ളത്. കാര്യം നമ്മളെ സംബന്ധിച്ച് സെല്ല് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ ബാക്കിലോട്ട് തന്നെ നമ്മൾ നോക്കിയാൽ എത്രയോ നല്ല സ്റ്റോക്കുകൾ നമ്മുടെ 4 കൊല്ലം 5 കൊല്ലം അല്ല 10 കൊല്ലമായിട്ട് നമ്മളെല്ലാവരും മേടിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മളത് സെല്ല് ചെയ്തതിന് ശേഷം അത് 3 ടൈംസ് ആയി, ഡബിളായി, 3 ടൈംസ് ആയി, 5 ടൈംസ് ആയി, 10 ടൈംസ് ആയി, ചിലത് 20 ടൈംസും 30 ടൈംസും തന്നെ ആയി എന്നുള്ള. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത് അതിൻ്റെ ബേസിക് ആയിട്ട്, അതായത് നമ്മൾ ഇക്വിറ്റി എന്താ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതായത് ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റ് ക്ലാസ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത്രയ്ക്ക് പ്രോബ്ലം വരില്ല. എന്ന് പറഞ്ഞ് സെല്ല് ചെയ്യേണ്ട എന്നല്ല അർത്ഥം. ഏറ്റവും നല്ല സ്ട്രാറ്റജി സെല്ല് ചെയ്യാതിരിക്കുക എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്, ഈ ഒരു മെൻറ്റാലിറ്റി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. സൈക്കോളജിക്കലി ചില കാര്യങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യണം. അതിലൊരു വലിയ കാര്യമാണ് നിങ്ങൾ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്ന പൈസ 3 കൊല്ലത്തേക്കോ 5 കൊല്ലത്തേക്കോ ആവശ്യമില്ല എന്നുള്ളൊരു ഫ്രെയിം വർക്ക് നിങ്ങളുടെ ബ്രെയിനിൽ അടിച്ച് കയറ്റുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും
പെട്ടെന്നൊരു സ്റ്റോക്ക് സെല്ല് ചെയ്യില്ല. കാര്യം അത് അവിടെ കിടക്കട്ടെ, 3 കൊല്ലത്തേക്ക് എനിക്ക് ആവശ്യമില്ലല്ലോ. അപ്പം നമ്മൾ എന്തിനാണ് ലോങ്കർ ടേം ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്? വെറുതെ നമ്മൾ പറയുകയല്ല, നിങ്ങളുടെ ബ്രെയിനിനെയും സൈക്കോളജിക്കലി നിങ്ങളെയും മാർക്കറ്റിൻ്റെ ചെറിയ ചെറിയ മൂവ്മെൻറ്റ്സിൽ അഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ സൈക്കോളജി നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന പോലെ ലോങ് ടേം ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്നുള്ള. ഓക്കെ, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളൊരു സ്റ്റോക്ക് മേടിച്ച് ഒരു 10% 20% ആകുമ്പോൾ നമ്മൾ സെല്ല് ചെയ്യുന്നു അല്ലേ? സെല്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ എന്താണ് മേടിക്കാൻ പോകുന്നത്? ഇതേപോലെ കയറിയ വേറൊരു സ്റ്റോക്കാണ്. അതായത് നമ്മൾ മാർക്കറ്റ് ജനറലി കയറുമ്പോൾ ഒരുമാതിരി എല്ലാ നല്ല സ്റ്റോക്കും കയറുന്നു. നമ്മൾ മേടിച്ച സ്റ്റോക്ക് 10% 20% കയറുന്നു. നമ്മളൊരു നല്ല ട്രേഡ് നടത്തി എന്നുള്ള സന്തോഷത്തിൽ നമ്മൾ അത് വിൽക്കുന്നു. വിറ്റിട്ട് ഈ പൈസ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ മാർക്കറ്റ് കറക്റ്റ് ചെയ്യാൻ കാത്തിരിക്കുന്നില്ല. നമ്മൾ വീണ്ടും തന്നെ ഈ ഫോമോ, അതായത് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്, 2 ദിവസം കൂടെ മാർക്കറ്റ് കയറിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതിനേക്കാട്ടിലും പെർസെൻറ്റേജ് കയറിയ 30% കയറിയ ചിലപ്പോൾ സ്റ്റോക്കിലേക്കായിരിക്കും നമ്മൾ കയറിപ്പെടുന്നത് എന്നുള്ള. അപ്പോൾ അതിനേക്കാളും നമ്മൾ ഹോൾഡ് ചെയ്താൽ പോരെ എന്നുള്ളൊരു ചോദ്യമാണ് അതിനകത്ത് സ്ഥിരമായിട്ട് വരിക എന്നുള്ള. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സെല്ല് ചെയ്യുന്നതുകൊണ്ട് നമുക്കുള്ളൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ, ഒന്ന്, നമ്മൾ ഇനി അടുത്ത മേടിക്കുന്ന സാധനങ്ങളെ വളരെ സൂക്ഷിച്ച് മേടിക്കണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് കാര്യം. രണ്ടാമത്, നമ്മൾ ഈ നിരന്തരം സെല്ല് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ആയിട്ടുള്ള 20% കൂടെ വരുന്നു എന്നുള്ളത് മറന്നു പോരുത്. നമ്മൾ ഇനി അങ്ങോട്ട് വരുമ്പോൾ ഇൻകം ടാക്സിന് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കിട്ടും എന്നുള്ള കാര്യം. നമ്മളൊരു ഷെയർ മാർക്കറ്റിൽ നമ്മളൊരു DP അക്കൗണ്ടോ അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട് തുടങ്ങാൻ നേരത്ത് നമ്മൾ ഈ KYC എല്ലാം കൊടുത്തിട്ടാണ് നമ്മളവിടെ പോകുന്നത്. ശരിക്കും പറഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ ഇതിൽ ഉണ്ടാക്കുന്ന ബ്രോക്കറേജ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ ബ്രോക്കിംഗ് അക്കൗണ്ടിൽ ഉണ്ടാക്കുന്ന ഗെയിൻസ് ഉണ്ടല്ലോ, ഷോർട്ട് ടേം ആണെങ്കിലും ട്രേഡിംഗ് ആണെങ്കിലും ഇതിക്ക് നേരെ ഇൻകം ടാക്സ് സൈറ്റിലോ ഒക്കെ ചെന്ന് പെടാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. അതുകൊണ്ട് നമ്മൾ ഓരോ പ്രാവശ്യം സെല്ല് ചെയ്യുമ്പോഴും ഒരു ടാക്സ് അവിടെ വരുന്നുണ്ട് എന്നുള്ള കാര്യം മറക്കുകയും കൂടെ ചെയ്യരുത്. എന്നാൽ നമുക്ക് പോയിന്റിലേക്ക് വരാം. അതായത് വെൻ ടു സെൽ എ സ്റ്റോക്ക്, അതാണല്ലോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആദ്യമായിട്ട് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പൈസ ആവശ്യമുണ്ടോ അപ്പോൾ തന്നെ സെല്ല് ചെയ്യുക. അതായത് നമ്മൾ ഒരിക്കലും നമ്മുടെ നെസസിറ്റി, അതായത് നമ്മളൊരു പൈസയ്ക്ക് ആവശ്യമുണ്ട്, അതൊരു ഹോസ്പിറ്റൽ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇമീഡിയറ്റ് ആയിട്ടുള്ള എമർജൻസി പർപ്പസ് ആയിരിക്കാം, അല്ലെങ്കിൽ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ആയിരിക്കും. ഇതിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഒരു പൈസ അതായത് ഒരു 10 ദിവസത്തിനുള്ളിൽ കുറച്ച് പൈസ അറേഞ്ച് ചെയ്യണം. ഇപ്പോൾ 12ാം ക്ലാസ് പഠിച്ചു കഴിഞ്ഞ പിള്ളേർക്ക് എല്ലാവർക്കും ഒരു എഞ്ചിനീയറിങ്ങിനോ മെഡിസിനോ അഡ്മിഷനോ വേണ്ടെങ്കിൽ പേരൻസ് എല്ലാവർക്കും ഒരു പൈസ ഇനിയിപ്പോൾ ഒരു മാസത്തിനുള്ളിൽ ആവശ്യമുണ്ടെന്ന് നമ്മൾ എന്നാണോ അത് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒരിക്കലും ആലോചിക്കരുത് ഇനി അടുത്ത ആഴ്ച കയറിയാലോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അടുത്ത മാസം കയറിയാലോ, ഈ മാസത്തിനുള്ളിൽ ചിലപ്പോൾ കയറിയാലോ എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ വെക്കരുത്. എക്സ്പെക്ടേഷനും ഹോപ്പും ഒരു നെസസിറ്റിനെ നെഗോഷിയേറ്റ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ എന്നാണോ നിങ്ങൾക്ക് പൈസ ആവശ്യമാണോ നിങ്ങൾ ഒന്നും നോക്കരുത്, പൈസ വിറ്റിട്ട് അങ്ങോട്ട് പോകണം. പക്ഷേ ഒരു മെന്റൽ സ്ട്രെങ്ത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ഇത് കയറി കഴിഞ്ഞ് പോയാലും താഴോട്ട് പോയാലും നിങ്ങൾ മൈൻഡ് ചെയ്യരുത്. അപ്പം നിങ്ങൾ എടുക്കേണ്ട ഒരു സൈക്കോളജിക്കൽ ഡിസിഷനാണ്. നിങ്ങൾ എന്ന് തീരുമാനിക്കുന്നു നിങ്ങൾക്ക് പൈസ ആവശ്യമുണ്ടെന്ന് അന്ന് നിങ്ങൾ വിറ്റ് മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രം. കാര്യം ഇന്ന് വെള്ളം കിട്ടിയാൽ ജീവിക്കുമെങ്കിൽ അടുത്ത ആഴ്ചത്തെ പായസത്തിന് വേണ്ടി കാത്തിരിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എപ്പോഴാണോ നിങ്ങൾക്ക് പൈസയ്ക്ക് ആവശ്യമുള്ളത് അപ്പം തന്നെ സെല്ല് ചെയ്യുക എന്നുള്ളത് ഒരു ഫസ്റ്റ് കണ്ടീഷനായിട്ട് ഞാൻ പറയുന്നു എന്നുള്ളത്. ഇതെല്ലാവരും ഫോളോ ചെയ്യണമെന്നല്ല, നമ്മുടെ ഒരു സജഷൻ മാത്രമാണെന്ന്. രണ്ടാമത്തെ, നിങ്ങളൊരു സ്റ്റോക്ക് മേടിക്കുന്നത് ഒരു എക്സ്പെക്ടേഷനിലാണ് അല്ലേ? ഒരു എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് ഇങ്ങനെ നടത്തുന്നു, ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നു, കടം എടുക്കാതെ അവർ ഗ്രോ ചെയ്യാൻ പോകുന്നു, അവർ ഏതാണ്ട് 10-12% സെയിൽസ് ഗ്രോത്ത് ഉണ്ടാവും, പ്രോഫിറ്റ് ആണെങ്കിൽ ഒരു 20% ഉണ്ടാവും എന്നൊക്കെയുള്ള ഈ എക്സ്പെക്ടേഷനിൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഒരു ബാഡ് ബിസിനസ് സൈക്കിൾ കൊണ്ടോ അല്ലെങ്കിൽ കമ്പനിയുടെ മാനേജ്മെന്റ് ഇൻഎഫിഷ്യൻസി കൊണ്ടോ വേണ്ട രീതിയിൽ അവർ മാനേജ് ചെയ്ത് പോകുന്നില്ല. അതായത് നിങ്ങൾ എന്ത് സ്റ്റാൻഡാണോ ആലോചിച്ചത് അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് മാനേജ്മെന്റ് മുന്നോട്ട് പോണതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ് അല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ആ സമയത്ത് തന്നെ നിങ്ങൾ സ്റ്റോക്ക് സെല്ല് ചെയ്തും പുറത്തിറങ്ങുക എന്നുള്ള. അതിനകത്ത് ലോസ് ആണോ പ്രോഫിറ്റ് ആണോ എന്നല്ല, അതായത് നിങ്ങളുടെ തിങ്കിങ് പ്രോസസ്സിനെയും റിസർച്ചിനെയും വഴിവിട്ട് അത് വേറൊരു വഴിക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ ഡിസസോസിയേറ്റ് ചെയ്യുക. അതായത് നമ്മൾ ജീവിതത്തിൽ ഫ്രണ്ട്ഷിപ്പ് പോലെയാണ്. നമ്മൾ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് പോകുന്നവരാണ് ഫ്രണ്ട്സ്. സ്റ്റോക്സും നിങ്ങളുടെ ഫ്രണ്ട്സാണ്, ഒരു കുടുംബത്തിൽ ഒരു അംഗത്തിനെ പോലെയാണ്. അത് ഏത് സമയത്താണോ നമ്മളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പെരുമാറിപ്പോകുന്നത് അന്നങ്ങ് കൈവിട്ട് കളയുക എന്ന് മാത്രമേ പറയുള്ളൂ. പിന്നെ നമ്മൾ ഒരിക്കലും ദുഃഖിക്കാൻ പാടില്ല. ഇതൊക്കെ ഒരു മെന്റലായിട്ട് നമ്മൾ എടുക്കേണ്ട ഡിസിഷൻസ് ആണ് കേട്ടോ. ഇതൊന്നും ഒരു പെർഫെക്റ്റ് റൂളോ ഇതോടുകൂടി പ്ലസും മൈനസും ആവത്തൊന്നുമില്ല. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം, നമ്മളൊരു സ്റ്റോക്ക് മേടിച്ചു, അത് നമ്മുടെ ഒരു എന്താ പറയുക ഒരു 20% റിട്ടേൺ 30% റിട്ടേൺ എക്സ്പെക്ട് ചെയ്ത് ഒരു കൊല്ലത്തേക്ക് അല്ലെങ്കിൽ 2 കൊല്ലത്തേക്ക് 30% റിട്ടേൺ ഒക്കെ എക്സ്പെക്ട് ചെയ്തിട്ടാണ് നമ്മൾ മേടിച്ചത്. എന്നാൽ പെട്ടെന്ന് എന്തൊക്കെയോ കാരണങ്ങളുണ്ട് സ്റ്റോക്ക് പ്രൈസ് ഹാസ് മൂവ്ഡ് അഹെഡ് ഓഫ് ദ ഫണ്ടമെന്റൽസ്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത റിട്ടേണിനേക്കാളും കൂടുതൽ പോയി, സ്റ്റോക്കിന്റെ ഫണ്ടമെന്റൽസിനേക്കാളും കൂടുതൽ പോയി, ഓവർ വാല്യൂഡ് ടെറിട്ടറിയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ വിൽക്കുന്നതിൽ അർത്ഥമുണ്ട്. പേഴ്സണലി ഞാനിത് അഡ്വൈസ് ചെയ്യില്ല. കാര്യം വെച്ചാൽ അവിടെയാണ് നമുക്ക് തെറ്റ് പറ്റണമെന്നുള്ള. നമ്മൾ പെട്ടെന്ന് ഒരു 20-30% കിട്ടുമ്പോൾ നമ്മൾ സെല്ല് ചെയ്യും. എങ്കിലും പൈസയ്ക്ക് ആവശ്യമുള്ളവരാണെങ്കിൽ ഞങ്ങൾ ഓരോ കണ്ടീഷൻസ്, ഓരോ മെന്റൽ കണ്ടീഷൻസ് നമ്മൾ പറയുന്നുള്ളൂ. ആ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് സെല്ല് ചെയ്ത് നിങ്ങൾക്ക് മാറി നിൽക്കാം. എന്നാലും അത് അഡ്വൈസ് ചെയ്യുന്നില്ല. ശരിക്കും ഒരു വെൽത്ത് ക്രിയേഷന്റെ ഒരു ജേർണിയിൽ അത് അഡ്വൈസബിൾ അല്ല എന്നുള്ളതാണ്. പിന്നെ നമുക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്റ്റോക്ക് മേടിച്ചിട്ട്
നമുക്കൊരു 4%, 5% ഒക്കെ താഴെ പോയി. പക്ഷേ ഒരു 8%, 10%, 15% ഒക്കെ പോകുമ്പോൾ നമുക്കൊരു ടെൻഡൻസി ഉണ്ട് കൂടുതൽ പൈസ ഇട്ട് ആവറേജ് ചെയ്യും. ശരിക്കും നമ്മൾ പറയണത് എന്താണെന്നറിയോ, ഈ നമ്മൾ നേരെ ഓപ്പോസിറ്റ് ആലോചിക്കുക, കയറിപ്പോണ സ്റ്റോക്ക് സെല് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ. നമ്മളിപ്പോൾ ഒരു ക്രിക്കറ്റ് ടീം എടുത്തു, ഈ ടെസ്റ്റ് നമ്മളിപ്പോൾ സെക്കൻഡ് ടെസ്റ്റ് ഇന്ത്യ ജയിച്ചു. ആ ടെസ്റ്റിൽ ഇത്രയും പേര് നല്ല ഫോം ആയിട്ട് പെർഫോം ചെയ്തിരിക്കുന്നവരെ മൂന്നാമത്തെ ടെസ്റ്റിൽ നമ്മൾ മാറ്റി വെച്ച് കളിക്കൂ. നമ്മൾ അവരെ ഇൻക്ലൂഡ് ചെയ്തല്ലേ പറ്റും. അപ്പൊ നെവർ സെൽ യുവർ വിന്നേഴ്സ് എന്നാണ് സാധാരണ പറയുന്നത്, യു ക്യാൻ സെൽ യുവർ ലൂസേഴ്സ് എന്നാണ്. അപ്പൊ നമ്മളിപ്പോൾ ഒരു തേർഡ് കണ്ടീഷനായിട്ട്, 4ാമത്തെ കണ്ടീഷനായിട്ട് നമ്മൾ പറയുന്നത്, നമ്മളൊരു സ്റ്റോക്ക് മേടിച്ചു, സ്റ്റോക്ക് ഒരു 5%, 10%-യൊക്കെ അതുവരെയൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അത് കഴിഞ്ഞ് താഴോട്ട് പോകണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ അതിനെ ആവറേജ് ചെയ്യാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാര്യം നിങ്ങൾ ഓൾറെഡി ഒരു മിസ്റ്റേക്ക് നടത്തി കഴിഞ്ഞു. അതായത് ഈതർ യുവർ പ്രൈസ് ഈസ് ബാഡ് അല്ലെങ്കിൽ സ്റ്റോക്ക് ഈസ് ബാഡ്, അല്ലേ? ബിസിനസ് ഒന്നില്ലെങ്കിൽ ബാഡാണ് അല്ലെങ്കിൽ പ്രൈസ് ബാഡാണ്. നിങ്ങൾ അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഡോണ്ട് പുട്ട് ഗുഡ് മണി എഗെയിൻസ്റ്റ് എ ബാഡ് ഡിസിഷൻ എന്നാണ്. നമ്മൾ ഈ പൈസ താഴോട്ട് ആവറേജ് ചെയ്യണതിൽ ഒരു പ്രശ്നമുണ്ട് അനില. അതായത് ഒരു സ്റ്റോക്കിലോ നമ്മൾ മേടിക്കുമ്പോൾ അത് 10% താഴേക്ക് പോകണമെങ്കിൽ അത് റിക്കവർ ചെയ്യാൻ നമുക്ക് +11% റിട്ടേൺ വേണം. മനസ്സിലായോ? അതായത് നമുക്ക് 20% ഒരു സ്റ്റോക്കിൽ ലോസ് നമുക്ക് സംഭവിക്കണമെങ്കിൽ ആ ലോസ് നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് എത്ര വേണമെന്നറിയോ? 25% റിട്ടേൺ വേണം. നമുക്ക് വേറൊരു കണ്ടീഷൻ നോക്കാം. 30% ആണ് താഴെ പോകണമെങ്കിൽ നമുക്ക് തിരിച്ചത് ഗെയിൻ ചെയ്യാനായിട്ട് 43% വേണം. 40% പോയ സ്റ്റോക്ക് തിരിച്ച് 67% വേണം. എന്തിനാണ്? 50% ഒരു സ്റ്റോക്ക് താഴെ പോയാൽ നിങ്ങൾക്കത് തിരിച്ച് അതേ പ്രൈസിലെത്താൻ നിങ്ങൾക്ക് 100% റിട്ടേൺ വേണം എന്നാണ്. ഒരു സ്ട്രേ എക്സാമ്പിൾ പറയാം. 90% ആണ് നിങ്ങൾക്ക് ലോസ് സംഭവിക്കണമെങ്കിൽ അത് തിരിച്ച് റീഗെയിൻ ചെയ്യാനായിട്ട് +900% റിട്ടേൺ വേണമെന്നുള്ളത്. മാത്ത് ഈസ് സോ ക്രൂവൽ, ബട്ട് സത്യമുള്ള ഒരു സാധനമാണെന്നുള്ളത്. കണക്കൊരിക്കലും കള്ളം പറയില്ല എന്നുള്ളത്. അപ്പം നിങ്ങളുടെ ഓരോ ലോസും നിങ്ങൾ പറ്റുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഇനി മുന്നോട്ട് പോകുന്ന യാത്ര കുറച്ചുകൂടെ ടൈറ്റ് ആവും എന്നുള്ളത് പറഞ്ഞു വയ്ക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ എപ്പോൾ നിങ്ങൾക്ക് ഒരു ലോസ് തോന്നി, കംഫർട്ടബിൾ അല്ലാതെ തോന്നി, നിങ്ങൾ സെല്ല് ചെയ്ത് മുന്നോട്ട് ഇറങ്ങി പോകുക എന്നുള്ള. വാറൻ ബഫെ എപ്പോഴും പറയണമെന്നറിയോ, നിങ്ങൾ ബൈ വിത്ത് എ മാർജിൻ ഓഫ് സേഫ്റ്റി. അതായത് നല്ല മേക്ക് യുവർ ബൈ പ്രൈസ് സോ അട്രാക്റ്റീവ് ദാറ്റ് യു ഡോണ്ട് ഹാവ് ടു വെറി അബൌട്ട് സെല്ലിംഗ്. അതായത് നിങ്ങൾ ഇതേപോലെ വീക്ക്നെസ്സോ കറക്ഷനോ വരുമ്പോൾ നിങ്ങൾ പോയി മേടിക്കുക, എന്നിട്ട് യുവർ ടൈം ടു സെൽ ഈസ് നെവർ. ഒരിക്കലും സെല് ചെയ്യരുത്, അത് റൈഡ് ചെയ്ത് പോവുക എന്നുള്ള. ശരിക്കും പറഞ്ഞാൽ വെൽത്ത് ക്രിയേഷൻ്റെ സ്ട്രാറ്റജി എന്നറിയോ, നമ്മളൊരു സ്റ്റോക്ക് മേടിക്കുന്നു, അത് 30-40% പെട്ടെന്ന് കയറി, അത് കഴിഞ്ഞ് ചെറിയൊരു കറക്ഷൻ വന്നു, അതൊരു 10%, 11% വരുമ്പോൾ നമ്മൾ ശരിക്കും ആ സ്റ്റോക്ക് നല്ലതാണ്, ബിസിനസ് നല്ലതാണെങ്കിൽ വേറൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടാനില്ല. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ കൂടുതൽ പൈസ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നമുക്ക് ഡിവിഡൻഡ് കിട്ടുന്ന പൈസ റീഇൻവെസ്റ്റ് ചെയ്യുകയോ ചെയ്ത് മുന്നോട്ട് പോയാൽ നമ്മൾ ആ വെൽത്ത് ക്രിയേഷൻ്റെ ജേണിയിലേക്ക് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ നമുക്ക് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ചില ആൾക്കാർക്ക് ഒരു റിസ്ക് റിട്ടേൺ പ്രൊഫൈലുണ്ട്. അവരുടെ വെൽത്തും അവരുടെ ഏജും ഒക്കെ വെച്ചിട്ട് എനിക്ക് 18% റിട്ടേൺ സ്റ്റോക്കിൽ നിന്ന് മതി എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ, ഒരു കൊല്ലത്തേക്ക് അത്രയും മതി തീരുമാനിക്കുകയാണെങ്കിൽ, അത് നിങ്ങൾക്ക് 3 ദിവസം കൊണ്ട് കിട്ടുകയാണെങ്കിൽ അത് സെല്ല് ചെയ്ത് മാറിപ്പോകുന്നതുകൊണ്ട് വിരോധമില്ല. പക്ഷേ അതൊക്കെ ഓരോ സ്ട്രാറ്റജിയാണ്. ഞാൻ ഈ പറയുന്ന ഓരോ മെൻ്റൽ കണ്ടീഷനിൽ ശരിക്കും പറഞ്ഞാൽ ഓരോരുത്തർ പാലിക്കേണ്ട നിയമങ്ങൾ മാത്രമാണ് ഇതൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഇതല്ലാത്ത രീതിയിലും ആൾക്കാർ കാശുണ്ടാക്കുന്നുണ്ട്. അത് മാത്രമല്ല നമ്മളിത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുമല്ല. ആസ് ഹ്യൂമൻസ് ഞാനും അനിലയും അല്ലെങ്കിൽ ജാസ്മിനും പോലും നമ്മളെല്ലാം ഇതേപോലത്തെ മിസ്റ്റേക്സ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ അനുഭവം വെച്ചിട്ടും വായിച്ചിട്ടും മനസ്സിലാക്കിയതും ഈ മാർക്കറ്റിലെ വിസ്ഡം കേട്ട് മനസ്സിലാക്കിയതും ഇങ്ങനത്തെ കണ്ടീഷൻസിലാണ് നമ്മൾ ഇങ്ങനത്തെയൊക്കെ ഒരു സെല്ലിംഗ് ഡിസിഷൻസ് നമ്മൾ എടുക്കേണ്ടതെന്നുള്ളതാണ്. കഴിയുന്നതും വെൽത്ത് ക്രിയേഷൻ്റെ ഏറ്റവും വലിയ സ്ട്രാറ്റജി, നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ്, ഫാബുലസ് ബിസിനസ്, നല്ല അട്രാക്റ്റീവ് പ്രൈസിൽ കിട്ടിക്കഴിഞ്ഞാൽ ദ ടൈം ടു സെൽ ഈസ് നെവർ എന്നുള്ളതാണ്. പെട്ടെന്നൊരു എന്താ പറയുക, ഒരു നല്ലൊരു റൈസ് ആ സ്റ്റോക്കിൽ കിട്ടിയിട്ട് പിന്നെ ഒരു മീൻ റിവേർഷൻ ഉണ്ടാവും. പെട്ടെന്ന് കയറി കഴിയുമ്പോൾ ചെറിയൊരു ഹെൽത്തി കറക്ഷൻ. ആ ഹെൽത്തി കറക്ഷനിൽ നിങ്ങൾ കൂടുതൽ പൈസ ഇട്ട്, നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ അഡീഷണൽ ആയിട്ടുള്ള പൈസ ഇട്ട് അതിനെ മുകളിലോട്ട് ആവറേജ് ചെയ്യുക. അതായത് സക്സസ്ഫുൾ ട്രേഡിനെ സക്സസ്ഫുൾ ആയിട്ട് മുകളിലേക്ക് ആവറേജ് ചെയ്യുക എന്ന് പറയുന്നത്. അതിന് നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള ഫണ്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഡിവിഡൻഡ് ആയിട്ട് കിട്ടുന്ന പൈസ നിങ്ങൾക്ക് ഇങ്ങനെ സ്വരൂപിച്ച് വെച്ചിട്ട് ഇതേപോലെ ചെറിയൊരു മീൻ റിവേർഷൻ വരുമ്പോൾ അതിലേക്ക് ആഡ് ചെയ്യാം. അതാണ് ശരിക്കും. അതായത് നിങ്ങൾ നോക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ജേണിയിൽ ഒരു 3 കൊല്ലത്തെ 5 കൊല്ലത്തിൽ നല്ലൊരു ബിസിനസ്സിൻ്റെ ഷെയർ കിട്ടിയാൽ, ഇന്ന് നിങ്ങൾ തുടങ്ങുന്നത് 100 ഷെയറിലാണെങ്കിൽ നിങ്ങൾ 5 കൊല്ലം കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ 500 1000 ഷെയർ ഉണ്ടായിരിക്കണം. അതായിരിക്കണം വെൽത്ത് ക്രിയേഷൻ മന്ത്ര. അത് ഈ ബോണസിലും ഡിവിഡൻഡിലും റൈറ്റിലും സ്പ്ലിറ്റിലും കൂടെയല്ല കൂടേണ്ടത്. സ്പ്ലിറ്റ് ചെയ്യാത്ത, ബോണസ് കൊടുക്കാത്ത, ഡിവിഡൻഡ് കൊടുക്കാത്ത കമ്പനികളിൽ ഷെയറിൻ്റെ നമ്പേഴ്സ് കൂടാത്ത കമ്പനികൾ, അതായത് നമ്പർ ഓഫ് ഷെയർസ് കൂടാത്ത കണ്ടീഷനിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഷെയറിൻ്റെ എണ്ണം നിങ്ങൾ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഒരു നല്ല സ്റ്റോക്കിൽ നിങ്ങൾ കൂട്ടുകയാണെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് 5 years യു വിൽ ബി സിറ്റിംഗ് ഓൺ എ ഹ്യൂജ് വെൽത്ത് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അനുഭവം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അനില, ഏതായാലും ഒരു മെൻ്റൽ സ്റ്റെബിലിറ്റി തന്നെയാണ് ഒരു സ്റ്റോക്കിൽ എക്സിറ്റ് ചെയ്യുമ്പോൾ ആദ്യം വേണ്ടുന്നതും. അതിനോടൊപ്പം തന്നെ സർ, നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മാർക്കറ്റിൻ്റെ ഒരു അപ്ഡേറ്റ്സിലേക്ക് പോകേണ്ടതുണ്ട്. മാർക്കറ്റ് അപ്ഡേറ്റ്സുമായിട്ട് നമ്മളോടൊപ്പം ചേരുന്നത് റിസർച്ച് ഡെസ്കിൽ നിന്നും സഫാനാണ്. സഫാൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അനില.
മാർക്കറ്റിലേക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വളരെ മാർജിനൽ ആയിട്ടൊരു മൂവ്മെൻറ്റ് മാത്രമാണ് കാണുന്നത്. 25,458.55 എന്ന നിലയിൽ വളരെ ഫ്ലാറ്റായിട്ട് വെറും 2 പോയിൻറ്റ്സിന് ഇടിവ് മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സെക്ടേഴ്സ് വൈസ് പരിശോധിക്കുകയാണെങ്കിലും ഒരു മിക്സഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് കാണുന്നത്. എന്തൊക്കെയാണ് മറ്റ് മാർക്കറ്റ്സിലെ അപ്ഡേറ്റ്സ്? യെസ് അനില, മാർക്കറ്റിൽ ഇപ്പോൾ ഒരു മിക്സ്ഡ് പെർഫോമൻസ് ആണ് നമുക്ക് ഇൻഡെക്സിലാണെങ്കിലും സ്റ്റോക്കിലാണെങ്കിലും എല്ലാം കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റിയിൽ ഒരു 0.1% മുന്നേറ്റവും ബാങ്ക് നിഫ്റ്റിയിൽ 0.30% മുന്നേറ്റവുമാണ് രേഖപ്പെടുത്തുന്നത്. നിഫ്റ്റിയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കുകയാണെങ്കിൽ 25 സ്റ്റോക്കുകൾ അഡ്വാൻസ് ആയും 25 സ്റ്റോക്കുകൾ ഡിക്ലൈനുമായാണ് കാണപ്പെടുന്നത്. എന്നാൽ ബാങ്ക് നിഫ്റ്റിയിലാവട്ടെ 7 സ്റ്റോക്കുകൾ അഡ്വാൻസും 5 സ്റ്റോക്കുകൾ ഡിക്ലൈനുമാണ്. നിഫ്റ്റിയിലെ ശ്രദ്ധിക്കുന്ന ടെക്നിക്കൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഒരു പുൾ ബാക്ക് സ്റ്റേജിലാണ്. സ്ട്രോങ് സപ്പോർട്ടായി 25,200 എന്ന ലെവൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. നിഫ്റ്റി ഈ ഒരു റേഞ്ചിൽ നിന്നും സപ്പോർട്ട് എടുക്കാനുള്ള പോസിബിലിറ്റിയാണ് ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അതായത് ഈ ഒരു സോൺ ഒരു ഡിമാൻഡ് സോണായി ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇനി നിഫ്റ്റിയിലെ ടോപ്പ് ഗെയിനേഴ്സിൽ കോട്ടക് മഹീന്ദ്ര ബാങ്ക് 3.68% മുന്നേറ്റവും എറ്റേണൽ 1.70% മുന്നേറ്റവും രേഖപ്പെടുത്തുന്നു. അതുപോലെ NTPC, ഭാരത് ഇലക്ട്രോണിക്സ്, ഇൻഡസിൻ ബാങ്ക് എന്നിവയിലെല്ലാം നേരിയ തോതിലുള്ള മുന്നേറ്റമാണ് ഈ മണിക്കൂറിൽ പ്രകടമാവുന്നത്. ഈ നിഫ്റ്റിയിലെ ടോപ്പ് ലോസേഴ്സിൽ ടൈറ്റൻ 5% നല്ലൊരു ഇടിവാണ് ഈ മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ സിപ്ല, സൺഫാർമ, HCL ടെക് എന്നിവയിലെല്ലാം 1%ഓളം ഇടിവാണ് ഈ മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിയിലെ ടോപ്പ് ഗെയിനേഴ്സിൽ കോട്ടക് മഹീന്ദ്ര ബാങ്ക് 3.6% മുന്നേറ്റവും ഇൻഡസിൻ ബാങ്ക് 0.67% മുന്നേറ്റവും രേഖപ്പെടുത്തുന്നു. അതുപോലെ ICC ബാങ്ക്, SBI എന്നീ ഓഹരികളിലെല്ലാം നേരിയ തോതിലുള്ള മുന്നേറ്റമാണ് ഈ മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലെ ടോപ്പ് ലോസേഴ്സിൽ കനറ ബാങ്ക് 0.46% ഇടിവും പഞ്ചാബ് നാഷണൽ ബാങ്ക് 0.31% ഇടിവും രേഖപ്പെടുത്തുന്നു. അതുപോലെ AU സ്മോൾ ഫിനാൻസ് ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, ഫെഡറൽ ബാങ്ക് എന്നിവയിലെല്ലാം നേരിയ തോതിലുള്ള ഇടിവാണ് ഈ മണിക്കൂറിൽ പ്രകടമാവുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിയിലെ ശ്രദ്ധിക്കേണ്ട ടെക്നിക്കൽ ലെവൽ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും ഒരു പുൾ ബാക്ക് സ്റ്റേജിലാണ് ട്രേഡ് ചെയ്യുന്നത്. 57,600 എന്ന ലെവൽ ഒരു ഇമ്പോർട്ടന്റ് ലെവലാണ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം. അതിന് മുകളിൽ ഒരു ക്ലോസിംഗ് ലഭിക്കുകയാണ് ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് നെക്സ്റ്റ് അപ്സൈഡ് റാലി എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇനി സ്റ്റോക്കിംഗ് ന്യൂസായി പങ്കുവെക്കാനുള്ളത് റഫെക്സ് ഇൻഡസ്ട്രീസിന് 250 കോടിയുടെ പുതിയ ഓർഡർ ലഭിച്ചു എന്നതാണ്. അതിനെ തുടർന്ന് ഈ ഒരു സ്റ്റോക്കിൽ ഇന്ന് 2.79% മുന്നേറ്റം രേഖപ്പെടുത്തുന്നു. കൂടാതെ കറണ്ട് അപ്പ് വോളിയം ലാസ്റ്റ് 10 ഡേയ്സിലുണ്ടായിരുന്ന ഡൗൺ വോളിയത്തേക്കാൾ കൂടുതലാണ്. എങ്കിലും ഈ ഒരു സ്റ്റോക്ക് ഡൗൺ ട്രെൻഡ് അണ്ടർ പ്രഷറിലാണ് ട്രേഡ് ചെയ്യുന്നത്. അത് റീസെന്റ് ബിയറിഷ് ക്യാൻഡിൽസ് ആണ് ഫോം ചെയ്തിട്ടുള്ളത്. 10th ജൂൺ ഒരു ഡിസ്ട്രിബ്യൂഷൻ ക്യാൻഡിൽ, അതായത് വോളിയം ബേസ്ഡ് സെല്ലിംഗ് ഈ ഒരു സ്റ്റോക്കിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 10th ജൂണിന്റെ ക്യാൻഡിലിന് മുകളിൽ ഒരു ക്ലോസിംഗ് ലഭിക്കൽ ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യലാണ്. അതിന് ശേഷം എൻട്രി പ്രിഫർ ചെയ്യുന്നതായിരിക്കും. ഇതിന്റെ ചാർട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതാണ്. ഇനി അടുത്തതായി മാർക്കറ്റ് ബ്രെഡ്ത്ത് അനലൈസ് ചെയ്യുമ്പോൾ 50 വീക്ക് ഹൈ റേഷ്യോ ഗ്രാജുവലി ഡിക്രീസ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് പല സ്റ്റോക്കുകളും സെക്ടേഴ്സിലും പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എങ്കിലും മാർക്കറ്റ് ഓവറോൾ സെന്റിമെന്റ് അനലൈസ് ചെയ്യുമ്പോൾ പോസിറ്റീവായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി ട്രെൻഡിങ് സ്റ്റോക്കായ നെറ്റ് വെബിന്റെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഡിമാൻഡ് സോണിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. 2066 എന്നത് ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. അതിന് മുകളിൽ ഒരു ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് അപ്സൈഡ് റാലി ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. റീസെന്റ് സ്ട്രോങ് വോളിയം കോൺട്രാക്ഷൻ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 1700 എന്നത് ഒരു സ്ട്രോങ് സപ്പോർട്ടായി ഈ ഒരു സ്റ്റോക്കിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഷോർട്ട് ടേം ടാർജറ്റായി 2300 എന്ന ലെവലും. ഇനി എൻഡുറൻസ് ടെക്കിന്റെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ സ്ലോ ആൻഡ് സൈഡ് വേസ് മൂവർ ആയിട്ടാണ് കാണപ്പെടുന്നത്. ചാർട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മോർ റാലി പോസിബിലിറ്റി എന്നതാണ്. കറന്റ് ട്രേഡ് ചെയ്യുന്നത് പുൾ ബാക്ക് സ്റ്റേജിലാണ്. ബട്ട് റിസ്ക് റിവാർഡ് റേഷ്യോ കൺസിഡർ ചെയ്യുമ്പോൾ കറന്റ് ലെവലിൽ എൻട്രി പ്രിഫറബിൾ അല്ല. ഇനി സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയ RTN പവറിന്റെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് പെന്നി സ്റ്റോക്കാണ്. എങ്കിൽ പോലും നല്ലൊരു സ്ട്രോങ് മൊമെന്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. റിസ്കി കാൻഡിഡേറ്റ് ആയി കൺസിഡർ ചെയ്യാവുന്നതാണ്. റീസെന്റ് ഒരു സ്ട്രോങ് മൊമെന്റം ബേസ്ഡ് ബ്രേക്ക്ഔട്ട് ഈ ഒരു സ്റ്റോക്കിൽ നടന്നിട്ടുണ്ട്. നമുക്ക് റീസെന്റ് 2 വീക്സിലെ ക്യാൻഡിൽസ് അനലൈസ് ചെയ്യുമ്പോൾ സ്ട്രോങ് പ്രൈസ് കോൺട്രാക്ഷൻ വിത്ത് മൊമെന്റം ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു മൊമെന്റം ബെസ്റ്റ് പോസിബിലിറ്റി റാലി ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇനി IPO ബേസ്ഡ് കാൻഡിഡേറ്റ്സ് ആയ ക്വാളിറ്റി പവറിന്റെയും പ്രോസ്റ്റാമിന്റെയും ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോക്കിലെല്ലാം നല്ലൊരു ബുള്ളിഷ് സെന്റിമെന്റ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൺഫേം അപ് ട്രെൻഡിലാണ് ഈ സ്റ്റോക്ക് എല്ലാം ട്രേഡ് ചെയ്യുന്നത്. ഒരു ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്ത് ഈ സ്റ്റോക്കിനെ റൈഡ് ചെയ്യാൻ പറ്റുന്ന കാൻഡിഡേറ്റ്സ് ആയിട്ടാണ് ഈ ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി സ്റ്റോക്ക് എഡ്ജ് ട്രെൻഡിങ് സ്റ്റോക്കായ PTC ഇൻഡസ്ട്രീസിന്റെ ഷോർട്ട് ടേം പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ റാലി അറ്റംപ്റ്റ് സ്റ്റേജിലാണ് ഈ ഒരു സ്റ്റോക്കും ട്രേഡ് ചെയ്യുന്നത്. ഹയർ ലെവലെല്ലാം വോളിയം ബേസ്ഡ് സെല്ലിംഗ് ഈ ഒരു
ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈ സ്റ്റോക്കിനെ അതുകൊണ്ട് തന്നെ ഹൈ റിസ്ക് ഹൈ റിവാർഡ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താവുന്ന സ്റ്റോക്കാണ്. ഇനി മറ്റൊരു ട്രെൻഡിങ് സ്റ്റോക്കായ JM ഫിനാൻഷ്യലിന്റെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ കറന്റ് സ്ട്രോങ് പോക്കറ്റ് പിവറ്റ് വോളിയം ക്യാൻഡിലാണ് ഫോം ചെയ്തിട്ടുള്ളത്. 156 എന്നത് ഒരു സ്ട്രോങ് സപ്പോർട്ടാണ്. കൺഫേം അപ് ട്രെൻഡിലാണ് ഈ ഒരു സ്റ്റോക്കും ട്രേഡ് ചെയ്യുന്നത്. ക്യാൻഡിൽ പെക്യുലാരിറ്റി നോക്കുമ്പോൾ മൊമെന്റം ക്യാൻഡിൽസ് വിത്ത് വോളിയം ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി മറ്റൊരു ട്രെൻഡിങ് സ്റ്റോക്കായ ആവാസ് ഫിനാൻഷ്യൽസിന്റെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ റാലി അറ്റംപ്റ്റ് സ്റ്റേജിലാണ് ഈ ഒരു സ്റ്റോക്കും ട്രേഡ് ചെയ്യുന്നത്. ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ ചോപ്പി ആൻഡ് സ്ലോ മൂവർ ആയിട്ടാണ് കാണപ്പെടുന്നത്. റീസെന്റ് വോളിയം ഡ്രൈപ്പ് ക്യാൻഡിൽസ് എല്ലാം ഫോം ചെയ്തിട്ടുണ്ട്. സ്ട്രോങ് സപ്പോർട്ടായി 1669 എന്ന ലെവലും കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി മറ്റൊരു ട്രെൻഡിങ് സ്റ്റോക്കായ സദിൻ ക്രെഡിറ്റിന്റെ ലോങ് ടേം പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ബിയറിഷ് ട്രെൻഡിലാണ് ട്രേഡ് ചെയ്യുന്നത്. കറന്റ് സ്റ്റേജ് 4 അതായത് ഡിസ്ട്രിബ്യൂഷൻ ഫേസിലാണ് ട്രേഡ് ചെയ്യുന്നത്. കൂടാതെ ടോപ്പ് ലെവലെല്ലാം സ്ട്രോങ് വോളിയം ബേസ്ഡ് സെല്ലിംഗ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എങ്കിൽ ഈ ഒരു സ്റ്റോക്കിന്റെ ഷോർട്ട് ടേം പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ സ്ലോ ആൻഡ് ചോപ്പി മൂവർ ആയിട്ടാണ് കാണപ്പെടുന്നത്. സ്ട്രോങ് സപ്പോർട്ടായി 131 എന്ന ലെവൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. ബേസ് അനലൈസ് ചെയ്യുമ്പോൾ ക്വാളിറ്റി ബേസ് അല്ല, അതുകൊണ്ട് കറന്റ് ലെവലിൽ റിസ്ക് റിവാർഡ് റേഷ്യോ നോക്കുമ്പോൾ പ്രിഫറബിൾ അല്ല, എൻട്രി പ്രിഫറബിൾ അല്ല. ഇനി ലാസ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് CCL പ്രൊഡക്ട്സിന്റെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ ആണ്. ഈ ഒരു സ്റ്റോക്കും പുൾ ബാക്ക് സ്റ്റേജിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മോർ റാലി പോസിബിലിറ്റി എന്നതാണ്. ഷോർട്ട് ടേം ടാർജറ്റായി 1070 എന്ന ലെവലും കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി അവസാനമായി ലാസ്റ്റ് സ്ട്രോങ് മൂവേഴ്സ് നോക്കുകയാണെങ്കിൽ 62 ആണ്, വിച്ച് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് MMI ഒരു ന്യൂട്രൽ സ്റ്റേറ്റിലാണ് ട്രേഡ് ചെയ്യുന്നത് എന്നതാണ്. ഇവയൊക്കെയാണ് ഈ മണിക്കൂറിലെ മാർക്കറ്റ് അപ്ഡേറ്റ്സ്. അനില. സഫാനായിരുന്നു ഡീറ്റെയിൽസ് പങ്കുവച്ചത്. ഏതായാലും സഫാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മാർക്കറ്റിൽ നമുക്കൊരു വളരെ റേഞ്ച് ബൗണ്ട് ആയിട്ടൊരു മൂവ്മെൻ്റ് ആണ് കാണുന്നത്. ഒപ്പം തന്നെ സാർ നമുക്കിൻ്റെ ഒരു ടെക്നിക്കൽ പെർസ്പെക്റ്റീവ് കൂടി ഒന്ന് നോക്കേണ്ടതുണ്ട്. ടെക്നിക്കൽ മാർക്കറ്റിൻ്റെ ഇന്നത്തെ ഒരു ടെക്നിക്കൽ പെർസ്പെക്റ്റീവ് നമ്മളോടൊപ്പം ഷെയർ ചെയ്യാനായിട്ട് എത്തുന്നത് അഹല്യ ഫിൻഫോറക്സിൻ്റെ വൈസ് പ്രസിഡന്റും ഒപ്പം തന്നെ സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറുമായിട്ടുള്ള മിസ്റ്റർ അനീഷ് ചന്ദ്രാണ്. സർ, ഗുഡ് മോർണിംഗ്. യെസ് സർ, ആദ്യം തന്നെ നമുക്ക് നിഫ്റ്റിയിലേക്ക് നോക്കാം. നിഫ്റ്റിയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസ് ആയിട്ട് വളരെ റേഞ്ച് ബൗണ്ട് ആയിട്ടൊരു മൂവ്മെൻ്റ് ആണ് കാണുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? നമ്മൾ കഴിഞ്ഞ 3 സെക്ഷൻ വളരെയധികം ലോ വോൾട്ടാലിറ്റി ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്റേണൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഒരുപാടുണ്ട്. നിൽക്കുന്നത് കൊണ്ടും ന്യൂസ് ഒക്കെ വെയിറ്റ് ചെയ്യുന്നത് കൊണ്ടുമുള്ള ഒരു സ്റ്റെബിലിറ്റി മൂവ്മെന്റ്സ് എന്ന് പറയാൻ വേണ്ടി നമുക്ക് കഴിയും. ബട്ട് ഇന്ന് നമ്മൾ നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റിയിൽ, അത് ഇന്റേണലി നമ്മൾ സ്ട്രെങ്ത് ആവുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കും ബാങ്ക് നിഫ്റ്റിയിൽ കുറച്ച് മൂവ്മെന്റ്സ് കാണുന്നുണ്ട്. സോ അതൊരു പോസിറ്റീവ് മൂവ്മെന്റ്സ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് തന്നെ ആയിരിക്കും ചിലപ്പോൾ നിഫ്റ്റിയെ ലീഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ 25,500 എബോ മാർക്കറ്റ് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അതൊരു 25,800 വരെയൊക്കെ കൊണ്ടുപോകാനുള്ള ഒരു സ്ട്രെങ്ത് 1 or 2 വർക്കിംഗ് ട്രേഡിംഗ് ഡേയ്സിൽ നമുക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഒരു സ്റ്റെബിലൈസ്ഡ് മൂവ് എന്നുള്ളത് ഒരു പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് വാച്ച് ചെയ്യാമെന്നാണ് തോന്നുന്നത്. വളരെ നെഗറ്റീവായിട്ട് എന്തെങ്കിലും എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് വരാതെ തീർച്ചയായിട്ടും പോസിറ്റീവിലേക്ക് സാധ്യതയുണ്ട് നിഫ്റ്റി. സോ എനിക്കൊരു പോസിറ്റീവ് വ്യൂ ആണുള്ളത്. 25,800 വരെയൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. നിയർലി ഒരു റെസിസ്റ്റൻസ് പോയിന്റ് 25,500 ആണ്. അത് ബ്രേക്ക് ചെയ്താൽ തീർച്ചയായിട്ടും 300 പോയിന്റ്സ് മൂവ്മെന്റ്സ് നിഫ്റ്റിയിൽ കിട്ടാൻ സാധ്യതയുണ്ട്. അതിന്റെ ഒരു ബാക്കപ്പ് സൈൻ ആണ് നമ്മൾ ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ കാണുന്നത്. ഇപ്പോൾ താങ്കൾ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് ഈ ഒരു ബാങ്ക് നിഫ്റ്റിയിൽ ഒരു സ്ട്രോങ് ആയിട്ടൊരു സ്ട്രക്ചർ ബിൽഡ് ചെയ്ത് വരുന്നു. ബാങ്ക് നിഫ്റ്റിയിലേക്ക് തന്നെയാണ് അടുത്തതായിട്ട് എത്തുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ഒരു പക്ഷേ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഔട്ട് പെർഫോമൻസ്, അതായത് ബെഞ്ച് മാർക്ക് ഇൻഡെക്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും ഒരു ഔട്ട് പെർഫോമൻസ് നടത്താനായിട്ട് സാധിക്കുന്നുണ്ട്. 57,130 എന്ന നിലയിലാണ് ഇന്നിപ്പോൾ ട്രേഡിംഗ് നടന്നു വരുന്നത്. പ്രധാനമായിട്ടും 3 പ്രൈവറ്റ് പ്ലെയേഴ്സിൻ്റെ ഒരു മൂവ്മെൻ്റ് ആണ് ഈ ഒരു നിഫ്റ്റി ബാങ്കിൽ ഇന്നിപ്പോൾ ഒരു വലിയ തോതിലൊരു ഷോൾഡർ ചെയ്തിരിക്കുന്നത്. കൊട്ടക് ബാങ്ക്, ഇൻഡസ്ഇൻഡ് ബാങ്ക്, ICICI ബാങ്ക് എന്നീ 3 ഓഹരികളുടെ പിൻബലത്തിൽ ഇത്ര ഒരു 100 പോയിന്റ്സിന്റെ ഒരു മുന്നേറ്റം നടത്താനായിട്ട് നിഫ്റ്റി ബാങ്ക് സൂചികയ്ക്ക് സാധിച്ചിരിക്കുന്നത്. നിഫ്റ്റി ബാങ്കിൽ ഇനി മുന്നോട്ടേക്ക് താങ്കൾ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? നമ്മൾ കഴിഞ്ഞ ഒരു റാലി ബാങ്ക് നിഫ്റ്റിയിൽ കണ്ടിരുന്നത് PSU ബാങ്ക്സിന്റെ സ്ട്രോങ് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ആയിരുന്നു കണ്ടിരുന്നത് എങ്കിൽ ഇപ്രാവശ്യം കുറച്ച് ടേൺ ആയി പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സും അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്ന് തീർച്ചയായും ജനറൽ എക്കോണമിക് ചേഞ്ചസ് വരുന്നത് കൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പോസിറ്റീവായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. സോ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സിന് നല്ല വെയിറ്റേജ് ഉള്ളതാണ് നമ്മുടെ ബാങ്ക് ഇൻഡെക്സിന്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു മൂവ്മെന്റ്സ് വരികയാണെങ്കിൽ ഒരു മാസമായിട്ടുള്ള മൂവ്മെന്റ്സ് വരാനുള്ള സാധ്യതയുണ്ട്. 57,200 അതിന് എബോവ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും 58,000 അല്ലെങ്കിൽ ഈവൻ പുതിയ ന്യൂ ഹൈയിലേക്കൊക്കെ വരാനുള്ള മാർക്കറ്റിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. കാരണം പ്രൈവറ്റ് പ്ലേയേഴ്സിന് വെയിറ്റേജ് എപ്പോഴും കൂടുതലാണ്.
അപ്പോൾ അതുകൊണ്ട് ഇത് പാർട്ടിസിപ്പേഷൻ ഇപ്പൊ 2-3 ബാങ്ക്സിന്റെ പാർട്ടിസിപ്പേഷനാണ് വന്നിരിക്കുന്നത്. അടുത്ത ഒരു മൂവ്മെന്റ്സ് വരുമ്പോഴേക്കും മറ്റുള്ള ബാങ്ക്സുകളും പ്രൈവറ്റ് ബാങ്ക്സുകളും അതിന്റെ പാർട്ടിസിപ്പേഷൻ വരാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു മാസ് മൂവ്മെന്റ്സ് വരാനുള്ള സാധ്യതയുണ്ട്. സോ ഇന്നത്തെ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്ന ഒരു ബാങ്ക് നിഫ്റ്റിയുടെ മൂവ്മെന്റ്സ് തന്നെ ആയിരിക്കും. നിയർലി ഒരു 600 പോയിന്റ്സിന്റെ ഒക്കെ ഒരു മൂവ്മെന്റ്സ് ഇന്ന് അടുത്ത ദിവസങ്ങളിലുമായിട്ട് വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. 58,000 ബാങ്ക് നിഫ്റ്റി മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് നിഫ്റ്റി ബാങ്കിന് ഏറ്റവും കനത്തൊരു സപ്പോർട്ട് നൽകിയിരിക്കുന്നത് കൊട്ടക് മഹീന്ദ്ര ബാങ്കാണ്. അവരുടെ Q1 ബിസിനസ് അപ്ഡേറ്റ്സ് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അഡ്വാൻസിലാണെങ്കിലും ശരി, ഡിപ്പോസിറ്റ്സ് ആണെങ്കിലും ശരി, സ്വീക്കൻസി ബേസിലും ഒപ്പം തന്നെ ഇയർ ഓൺ ഇയർ ബേസിലും വളരെ ശക്തമായിട്ടുള്ളൊരു അപ്സൈഡ് മൂവ്മെന്റിൽ വളർച്ച രേഖപ്പെടുത്താനായിട്ട് കമ്പനിക്ക് സാധിച്ചതായിട്ടാണ് ബിസിനസ് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഗ്യാപ്പ് അപ്പിലാണ്. ഏകദേശം 4% നേട്ടം നൽകാനായിട്ട് കോട്ടക് ബാങ്ക് ഓഹരികൾക്ക് ഇപ്പോൾ നിലവിൽ സാധിക്കുന്നുണ്ട്. കോട്ടക് ബാങ്ക് ഓഹരികളിലുള്ള താങ്കളുടെ ഒരു ടെക്നിക്കൽ വ്യൂ എന്താണ്? നമ്മൾ കോട്ടക് ബാങ്കിന്റെ ചാർട്ട് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഏപ്രിലില് ഒരു ഹൈ വന്നിരുന്നു. ആ ഹൈന് ശേഷം ഒരു ബ്രീത്തിങ് പോയിന്റ് ആയിരുന്നു, അത് താഴോട്ട് വന്നു, ഒരു സ്റ്റെബിലൈസ്ഡ് മൂവായി, ദെൻ ഒരു റിക്കവറി മോഡിലേക്ക് ഇപ്പോൾ വന്നിരിക്കുകയാണ്. അപ്പൊ ടെക്നിക്കലി അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ പോയിന്റ്സ് വരുമ്പോഴേക്കും അതിന്റെ റെസ്റ്റിംഗ് എന്ന് പറയുന്നതും അത് ഏതുവരെ ബാക്കപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ റിട്രേസ് ചെയ്യുന്നു എന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ഇതൊരു നല്ല മൂവ്മെന്റ്സ് വന്നതിന് ശേഷം ഒരു ആവശ്യത്തിനുള്ള ബ്രീത്ത് എടുത്ത് വീണ്ടും ഒരു റിട്രേഡ്സ് അല്ലെങ്കിൽ ഒരു റിക്കവറി മോഡിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പൊ തീർച്ചയായിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത് വീണ്ടും പുതിയ ഹൈയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. 2300 അതിന് മുകളിലോട്ട് പോകാനുള്ള സാധ്യത. ഇപ്പൊ 234 എന്ന് പറയുന്നത് ഈ ഇൻട്രാഡേയിൽ വന്നിരിക്കുന്ന 4% ഹൈ ആണ്. ബട്ട് അത് എനിക്ക് തോന്നുന്ന ഒരു 7%, 8% ഒക്കെ ആയിട്ട് ഇന്നും ഉയരാനുള്ള സാധ്യതയുണ്ട്. അതായത് 2300 അടുത്തേക്ക് ഈ ബാങ്ക് നിഫ്റ്റി വരാനും അടുത്ത ദിവസങ്ങളിൽ ബ്രേക്ക്ഔട്ട് അത് പുതിയ ഹൈയിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. ബാങ്ക് നിഫ്റ്റി അല്ല, സോറി, കോട്ടക് മഹീന്ദ്ര ബാങ്കാണ് ഞാൻ പറഞ്ഞതിനുള്ള ചേഞ്ച് ആണ്. അപ്പൊ ആ കോട്ടക് മഹീന്ദ്ര ബാങ്ക് പുതിയ ഒരു ഹൈയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കാരണം വോളിയം നമ്മൾ നോക്കുകയാണെങ്കിൽ മാസമായിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ വരുന്നുണ്ട്. ഇപ്പോഴും ഈ ലെവലിൽ കഴിഞ്ഞ റിട്രേസ്മെന്റിന് ശേഷമുള്ള നല്ലൊരു മൂവ്മെന്റ് തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സർ, അതിനോടൊപ്പം തന്നെ മറ്റൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ഏറ്റവും അധികം ഡ്രാഗ് ചെയ്യുന്നത് ടൈറ്റൻ ഓഹരികൾ. ടൈറ്റനെ സംബന്ധിച്ച് അവരുടെ ബിസിനസ് അപ്ഡേറ്റ്സ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അവരുടെ ഒരു ഗൈഡൻസ് പരിശോധിക്കുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഒരു 20% മാത്രമാണ് ഇപ്പോൾ വരുമാനത്തിൽ വളർച്ച ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ അവരുടെ റീറ്റെയിൽ ബിസിനസ് ഉണ്ടായിരിക്കുക എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ജ്വല്ലറി ബിസിനസ്സിൽ ഉണ്ടായ ഒരു ശക്തമായിട്ടൊരു പ്രതിസന്ധിയാണ് ഈ ഒരു അത്ര സാറ്റിസ്ഫാക്ടറി അല്ലാത്തൊരു ബിസിനസ് അപ്ഡേറ്റ്സിലേക്ക് നയിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ ഓഹരിയിലേക്ക് നോക്കുകയാണെങ്കിൽ വലിയൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു ഓഹരിയിൽ ഉണ്ടായത്. നിലവിൽ ഏകദേശം 5% ഒരു ഇടിവിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടന്നു വരുന്നത്. ടൈറ്റനിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഈ ടൈറ്റൻ ഒരു ഡൗൺ ട്രെൻഡിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ഒക്ടോബറിന് ശേഷം ഇതിൽ പുതിയ ഹൈ ഒന്നും വന്നിട്ടില്ല. ഇപ്പോൾ സൈഡ് ബേസ് മൂവ്മെന്റ് സ്ലോ ചെയ്യുന്നു, അതല്ലെങ്കിൽ താഴോട്ട് വരുന്നു, വീണ്ടും റിക്കവറി വരുന്നുണ്ട്. അത് പക്ഷേ പുതിയ ഹൈയിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല. ഇങ്ങനെ ഒരു പാറ്റേൺ ആണ് ഇപ്പോൾ നമുക്ക് ടൈറ്റനിൽ കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ഒക്ടോബറിന് ശേഷം വളരെയധികം ഡൗൺ സൈഡ് വരികയും പിന്നീട് റിക്കവറി വരികയും ചെയ്യുന്നു. ഇപ്പോഴും അതേ സ്ഥിതിയിലാണ്. തീർച്ചയായിട്ടും വീണ്ടും അതിനെ ബ്രേക്ക് ചെയ്യാൻ കഴിയാതെ 3700 ഒക്കെ വളരെ സ്റ്റിഫായിട്ടുള്ള റെസിസ്റ്റൻസിന് ബ്രേക്ക് ചെയ്യാൻ കഴിയാതെ തിരിച്ച് താഴോട്ട് വരുന്ന ഒരു മൂവ്മെന്റ്സ് ആണ് കാണുന്നത്. ഞാൻ പറയുന്നത്, എനിക്ക് തോന്നുന്നു നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് കുറച്ചുകൂടെ കോഷ്യസ് ആയിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. കാരണം ഇതൊരു വലിയ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയാണ്. 3100 വരാനുള്ള സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഡിപ്പായിട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. 3000 3100 ഇടയ്ക്ക് വലിയൊരു ക്രൂഷ്യൽ സപ്പോർട്ട് തന്നെ ഇപ്പൊ ഈ സ്റ്റോക്സിൽ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടേക്ക് വരികയാണെങ്കിൽ മാത്രം നമ്മൾ റീ എൻട്രി ചെയ്യും. 3700 എന്നുള്ള റേഞ്ച് ബൗണ്ട് ട്രേഡിംഗിലേക്ക് മാറാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഈ 2 ലെവലിലേക്ക് വരുമ്പോഴാണ് മാസമായിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ വരുന്നത്. അപ്പോൾ ഈ 2 ലെവലും വളരെ ക്രൂഷ്യലായിട്ട് തന്നെ ഇമ്മീഡിയറ്റ് നമുക്ക് വാച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ രണ്ട് അപ്പർ സൈഡ് ആയിരുന്നാലും ലോവർ സൈഡ് ആയിരുന്നാലും ട്രേഡ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചാലും റീറ്റെയിൽ ട്രേഡേഴ്സിനെ സംബന്ധിച്ചാലും ഓപ്പർച്യൂണിറ്റിയാണ്. ഒപ്പം ബിസിനസ് അപ്ഡേറ്റ്സ് പുറത്തുവിട്ട മറ്റൊരു കമ്പനി എന്ന് പറയുന്നത് ശോഭ ലിമിറ്റഡ് ആയിരുന്നു. ശോഭ ലിമിറ്റഡിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ അവരുടെ ഒരു സെയിൽസിൽ റെക്കോർഡ് വളർച്ച കൈവരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സെയിൽസ് ചരിത്രത്തിൽ ആദ്യമായിട്ട് 2000 കോടി രൂപയും മറികടന്നു എന്നാണ് കമ്പനി അപ്ഡേറ്റിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനി ഓഹരിയിലേക്ക് എത്തുകയാണെങ്കിൽ ഈ ഒരു വാർത്ത വന്നതിന് പിന്നാലെ മാർക്കറ്റ് ആരംഭിച്ചപ്പോൾ വളരെ ശക്തമായിട്ടുള്ളൊരു മൂവ്മെൻറ്റ്, അപ്സൈഡ് മൂവ്മെൻ്റ് ആയിരുന്നു കാണുന്നത്. ഏകദേശം 54.3 എന്നൊരു നിലവാരം ഉയർന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ആ ഒരു ഹൈ ലെവൽസിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് കണ്ടത്. നിലവിൽ 0.5% ഇടിവിലാണ് ശോഭയുടെ ഓഹരികൾ ട്രേഡിംഗ് നടന്നത്. ശോഭ ലിമിറ്റഡിലുള്ള താങ്കളുടെ ഒരു ടെക്നിക്കൽ വ്യൂ എന്താണ്?
ശോഭ നോക്കുകയാണെങ്കിൽ കുറച്ച് കാലമായിട്ടൊരു ഡൗൺ ട്രെൻഡിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു വർഷം, നമ്മളെ ഈ വർഷത്തിന്റെ പകുതിയോളം ഒരു സൈഡ് വേസ് മൂവ്മെന്റിലുമായിരുന്നു. 1100 1450 എന്ന ലെവലിലേക്ക് ഒരു സൈഡ് വേസ് മൂവ്മെന്റ്സ് ആയിരുന്നു കഴിഞ്ഞ 6 മാസമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. അതിനുശേഷമാണ് ഈ മാസം അത് ഒരു റിക്കവറി മോഡിലേക്ക് വരികയും 1450 മുകളിലേക്ക് ട്രേഡ് ചെയ്യുകയും ചെയ്യും. ഇപ്പോഴും എനിക്ക് തോന്നുന്നത് പോസിറ്റീവ് ആയിരിക്കും. നമ്മൾ ഇന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം തിരിച്ചു വരുന്നത് ഒരു ഇൻവെസ്റ്റർ കോൺഫിഡൻസ് വീണ്ടും റീഗെയിൻ ചെയ്യാനുള്ള സാധ്യത നമുക്ക് ഇതിൽ കാണാൻ പറ്റും. കാരണം വോളിയം അതിൽ ചെറിയ ഇംപ്രൂവ്മെന്റ്സ് വരുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ഒരു മൂവ്മെന്റ്സിൽ 1700 വരെയൊക്കെ പോയിരുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് 2 വീക്സ് മുന്നേ. അപ്പൊ അവിടെ നിന്നുള്ള ഒരു റിട്രേസ്മെന്റ് ആണ് ഇത് കാണുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇതൊന്ന് വെയിറ്റ് ചെയ്യുകയും 1450 അടുത്തേക്ക് വരികയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും റീ എൻറ്റർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്സ് ആണ്. വളരെ പോസിറ്റീവായിട്ട് നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്സ് തന്നെയാണ്. ഒരു കറക്റ്റീവ് ആക്ഷന് ശേഷം റിക്കവറി മൂഡിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ ഒരു ഫ്രഷ് ബൈ ഒക്കെ ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലാണ് ഇപ്പോൾ ഈ സ്റ്റോക്സിന്റെ മൂവ്മെന്റ്സ് നടക്കുന്നത്. ഇന്നത്തെ ഡൗൺ ട്രെൻഡ് ഒന്നും വലിയ കാര്യമാക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വീണ്ടും റിക്കവറിയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. 1700 ആണ് ഇമ്മീഡിയറ്റ് ഉള്ള റെസിസ്റ്റൻസ് ഒരു ഷോർട്ട് ടൈം വ്യൂവിൽ. ഒപ്പം തന്നെ നവീൻ ഫ്ലൂറിലേക്ക് കൂടിയാണ് വരുന്നത്. നവീൻ ഫ്ലൂറിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും അവരുടെ ഒരു QIP ഏകദേശം 750 കോടി രൂപ സമാഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് ഒക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. സ്റ്റോക്സിലേക്ക് വരികയാണെങ്കിൽ നിലവിൽ 1.25% നേട്ടത്തിലാണ് ഓഹരികൾ ട്രേഡ് ചെയ്തു വരുന്നത്. നവീൻ ഫ്ലൂറിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? നവീൻ ഫ്ലൂറിൽ ഇപ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള മൊമെന്റമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 4945-47 ലെവലിൽ ഇപ്പോൾ ട്രേഡ് ചെയ്തതാണ്. ഇത് പോസിറ്റീവായിട്ട് കണ്ടിന്യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ബട്ട് ഇതൊരു റെസിസ്റ്റൻസ് പോയിന്റ് അടുത്തുകൂടെയാണ്, 5000 അടുത്ത റെസിസ്റ്റൻസ് പോയിന്റ് അടുത്തുകൂടെയാണ് നിൽക്കുന്നത്. ചെറിയ ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നുണ്ട്. ഒരു നല്ലൊരു പാറ്റേൺ ആണ് ഇപ്പോൾ ഫോം ചെയ്തിരിക്കുന്നത്. ബട്ട് വോളിയത്തിൽ ഞാനിപ്പോൾ വളരെ കോഷ്യസ് ആണ്. കാരണം വോളിയം കുറഞ്ഞു വരുന്ന ഒരു ട്രെൻഡാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് കയ്യിലുള്ളത് നമ്മൾ പോസിറ്റീവായിട്ട് വ്യൂ ചെയ്യുമ്പോൾ പോലും ഒരു കോഷ്യസ് നോട്ട്. കാരണം വോളിയത്തിൽ കുറവ് വരുന്നത് എന്തെങ്കിലും ഒരു വലിയ ന്യൂസ് ഒക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നുണ്ട്. ബട്ട് നമ്മളിപ്പോൾ ഉള്ള കറണ്ട് ട്രെൻഡിൽ പോസിറ്റീവായിട്ടുള്ള ട്രെൻഡ് തന്നെയാണ്. അത് മൊമെന്റം വീണ്ടും ഗെയിൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ബട്ട് നമ്മളൊരു കോഷ്യസ് നോട്ട്, കാരണം വോളിയത്തിൽ ഒരു ഇംപ്രൂവ്മെന്റ്സ് വരാത്തത് കൊണ്ട് ഒരു കോഷ്യസ് നോട്ടിൽ ഇരിക്കുക എന്നതാണ്. കയ്യിലുണ്ടെങ്കിൽ ഹോൾഡ് ചെയ്യുക എന്നുള്ള സ്ട്രാറ്റജി ആയിരിക്കും നല്ലത്. താങ്ക് യു സോ മച്ച് അനീഷ് സാർ. ഏതായാലും നമ്മൾ ഇന്നത്തെ ഒരു സെഷനിലേക്ക് എത്തിയതിന് വളരെയധികം നന്ദിയുണ്ട്. സൂരജ് സാർ, ഇന്നത്തെ ഒരു സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് ഏതാണ്? ഇന്ന് ആക്ച്വലി ഞാൻ 2 ദിവസമായിട്ട് വാച്ച് ചെയ്യുന്ന ന്യൂസിൽ നിന്ന് കിട്ടിയ ഒരു ഐഡിയ ആണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം എന്ന് വെച്ചാൽ അതൊരു വേറൊരു ലെവലിലാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്, ഈ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കിനെ. കാര്യം വെച്ചാൽ ഞാനിപ്പോൾ പറയാൻ പോകുന്നത്, നമുക്ക് ജൂൺ 1 2025 ഒരു ന്യൂസ് വന്നു. അത് എസ്പെഷ്യലി റഷ്യയും ഉക്രൈനും തമ്മിലുള്ള വാറിൽ വന്ന ഒരു ന്യൂസാണ്. ആ ന്യൂസ് എന്ന് വെച്ചാൽ പൊടുന്നനെ, അതായത് റഷ്യയുടെ കുറേ എയർ ബേസസ് നമ്മൾ യുക്രൈൻ അറ്റാക്ക് ചെയ്തു. അത് എങ്ങനെ അറ്റാക്ക് ചെയ്തെന്ന് വേറെ ഒന്നുമല്ല, കുറച്ച് ട്രക്കുകൾ സ്മഗിൾ ചെയ്ത് റഷ്യയിലേക്ക് യുക്രൈൻ കൊണ്ടുപോയി. 1.5 കൊല്ലത്തെ പരിശ്രമമാണെന്ന് ആലോചിക്കണം. എന്നിട്ട് ആ ട്രക്കുകളിൽ ഡ്രോൺസ് ലോഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു വുഡൻ ഷെഡ് വെച്ചു. ഈ ഷെഡ് വെച്ചിട്ട് ആ ഷെഡിനകത്താണ് ഡ്രോൺസ് സ്റ്റോർ ചെയ്തത്. ആ ട്രക്കിനെ കൊണ്ടുപോയി ഈ എയർബേസ് അല്ലെങ്കിൽ എയർപോർട്ടുകളുടെ അടുത്ത് കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ട് പെട്ടെന്ന് ഈ വുഡൻ ഷെഡുകൾ തുറക്കുന്നു, ഡ്രോൺസ് ലോഞ്ച് ചെയ്യുന്നു, നേരെ എയർബേസിനകത്ത് പോകുന്നു. ടാർജറ്റഡ് പ്രസിഷൻ സ്ട്രൈക്ക് ഏതാണ്ട് നല്ല രീതിയിൽ ആ എയർബേസിൽ നടത്തുന്നു എന്നുള്ളതാണ്. അതായത് 117 ഡ്രോണാണ് ആ ഓരോ ട്രക്കിൽ നിന്ന്, അല്ലെ പല ട്രക്കുകളിലായിട്ട് 117 ഡ്രോൺസാണ് ലോഞ്ച് ചെയ്തതെന്നുള്ളതാണ്. അതിൻ്റെ പ്രത്യേകത എന്നറിയോ, ഈ ആക്ഷൻസ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രക്ക് അങ്ങ് സെൽഫ് ഡിസ്ട്രക്ട് ചെയ്ത് പോകുന്ന ഒരു മെത്തേഡാണ് അതിന് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഇതിനെ യുക്രൈൻ വിളിച്ചത് ഓപ്പറേഷൻ സൂപ്പർ വെബ് എന്നാണ് അതിനെ പറഞ്ഞത്. സൂപ്പർ വെബ് ഏതാണ്ട് 1.5 കൊല്ലം പ്ലാൻ ചെയ്താണ് അവർ ചെയ്തത്. ഇത് ഡീപ്പായിട്ട് പെനിട്രേറ്റ് ചെയ്തിട്ട് പ്രസിഷനായിട്ട് സ്ട്രൈക്ക് ചെയ്ത ഒരു ആക്ടിവിറ്റി ആയിരുന്നു. ഒറ്റ ആൾക്കാരുടെ ജീവൻ പോയില്ല. അതുമാത്രമല്ല, എയർ സ്ട്രിപ്സ് ഒന്നും വേണ്ട. ഒരു ഫ്ലൈറ്റൊക്കെ കൊണ്ട് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോകണമെങ്കിൽ ഒരു എയർ സ്ട്രിപ്പ് വേണം, അല്ലെങ്കിൽ നമ്മൾ കടലിനോട് കിടക്കുന്ന ഏതെങ്കിലും വാർഷിപ്സിൽ നിന്നൊക്കെ നമുക്കൊരു ഫ്ലൈറ്റിന് ലോഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഡ്രോണിന് അങ്ങനെയൊന്നുമില്ല. ഒരു ലിമിറ്റഡ് സ്പേസിൽ നിന്ന് അതിന് ടേക്ക് ഓഫ് ചെയ്യാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മളൊരു ഉദാഹരണം നോക്കാം. ഒരു റഫായൽ ജെറ്റ് മേടിക്കാനായിട്ട് നമ്മൾ ഈ പോയി അറ്റാക്ക് ചെയ്യണ പെനിട്രേറ്റ് ചെയ്ത് വേറൊരു രാജ്യത്തിലേക്ക് പോയി അട്രാക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എയർക്രാഫ്റ്റ്സ് ആണല്ലോ യൂസ് ചെയ്യണം. ഒരു എയർക്രാഫ്റ്റ് ജെറ്റ്, റഫായൽ ജെറ്റ് നമ്മൾ ചിലവാക്കുന്നത് 700 കോടിയാണ്. എന്നാൽ നമുക്കൊരു ഡ്രോൺ ശരിക്കും പറഞ്ഞാൽ 60 ലക്ഷം തൊട്ട് 1 കോടി രൂപ വരുള്ളൂ.
ചില സ്പെഷ്യലൈസ്ഡ് ഡ്രോണിന് ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ 50 കോടിയൊക്കെ ചിലവാക്കാമെങ്കിലും 700 അവിടെ കിടക്കണു, 50 കോടി എവിടെ കിടക്കണു എന്നുള്ളത്. അപ്പോൾ ഈ പറയുന്ന പോലെ ചില ഡ്രോണുകളുണ്ടല്ലോ 20 മണിക്കൂർ 40 മണിക്കൂർ വരെ ഫ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതായത് ഇത്രയും ഫ്യൂവലിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല, GPS ട്രാക്ക് ചെയ്ത് അതങ്ങ് പോവും, ബാറ്ററി പവേർഡായിട്ട് പോവും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എന്നുള്ളത്. ഇത് മാത്രമല്ല, ഇസ്രായേലും ഇറാനും തമ്മിലുള്ള കോൺഫ്ലിക്റ്റിലും ഒരുപാട് ഡ്രോൺസ്, അതായത് ഈ വാറിൻ്റെ ഈ അടുത്ത 2025 നടന്ന പല വാറിൻ്റെയും പ്രത്യേകത നമ്മൾ ഡ്രോൺസിനെ കുറിച്ച് ഭയങ്കരമായിട്ട് കേട്ടു എന്നുള്ളത്. അപ്പോൾ മിലിറ്ററി ഓപ്പറേഷൻസിനും മാത്രമല്ല ഡ്രോൺ ഉപയോഗിക്കുന്നത്, സിവിലിയൻ പർപ്പസിനും യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതായത് ഇപ്പോൾ നമ്മൾ അഗ്രികൾച്ചർ, ഫാമിങ്ങിനൊക്കെ വേണ്ടി നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ ഇത് ഉപയോഗിക്കുന്നു, അതായത് ഡ്രോൺസ് ഉപയോഗിക്കുന്നു. ലോജിസ്റ്റിക്സ്, ഞാനൊക്കെ മനസ്സിലാക്കുന്നത് ഈ DHL-ഉം FedEx-ഉം ഒക്കെ ശരിക്കും ഞാൻ അതിൻ്റെ ട്രയൽ റൺ നടത്തിയതാണ്. അതായത് ആമസോണൊക്കെ ശരിക്കും ഒരു പ്രോഡക്റ്റ് പിക്ക് ചെയ്തിട്ട് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി ഡെലിവറി ചെയ്യുന്നു. ഇപ്പം നമുക്ക് സ്വിഗ്ഗിക്ക് ഫുഡ് കിട്ടുന്ന ഒരു ഡ്രോണിലാണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കും. അങ്ങനത്തെ പെർമിഷൻ ഇതുവരെ ആയിട്ടില്ല, ബട്ട് ഈവൻ ദെൻ അതിന് പോലും ലോജിസ്റ്റിക്സിൽ യൂസ് ചെയ്യണമെന്നുള്ളതാണ്. ഇത് കൂടാതെ സർവൈലൻസ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ നമ്മളൊരു ഇപ്പോൾ ഒരു ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ ഒന്ന് മോണിറ്റർ ചെയ്യാനായിട്ട് ഡ്രോൺസിനെ ഉപയോഗിക്കാം. അതുമാത്രമല്ല, നമ്മൾ ഈ ഹൈവേ കൺസ്ട്രക്ഷൻ കുന്നുകളിലൂടെയും ഇടയ്ക്ക് കൂടെ നമ്മൾ ചെയ്യുമല്ലോ, അതായത് ഡിഫിക്കൽട്ട് ടെറൈനിൽ കൂടെയൊക്കെ കൺസ്ട്രക്ഷൻ വരുമ്പോൾ ഇതിനൊരു ഏരിയൽ സർവേ നടത്താനൊക്കെ നമുക്ക് ഡ്രോൺസിനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, ഇപ്പോൾ നമ്മൾ ഒരു ഉരുൾപൊട്ടൽ വന്നു അല്ലെങ്കിൽ ഒരു വെള്ളപ്പൊക്കം വന്നു, നമുക്ക് ആർക്കും അങ്ങോട്ടേക്ക് അടുക്കാൻ പറ്റുന്നില്ല, നമുക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ എന്താണ് നടക്കണമെന്നുള്ളൊരു ഡ്രോൺ വഴി നമുക്ക് മാപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ മാപ്പിംഗ് സർവീസസും കൂടെ ഇതിനകത്ത് ഉണ്ടെന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഒരുപാട് ഇൻഡസ്ട്രിയിൽ ഇത് യൂസ് ചെയ്യുന്നുണ്ട്, മൈനിങ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഓയിൽ ആൻഡ് ഗ്യാസിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കോസ്റ്റൽ പർപ്പസസ്, ഈ കടലിൻ്റെ സൈഡിലൊക്കെ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ട്, ആരെങ്കിലും വെള്ളത്തിൽ പെട്ടുപോയി എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്കാൻ ചെയ്യാനും മാപ്പ് ചെയ്യാനായിട്ടും നമുക്ക് ഈ ഡ്രോൺസ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ക്രൈം കൺട്രോളിന് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ക്രൈം ആക്ടിവിറ്റീസിന് നമ്മൾ എങ്ങനെയാണോ CCTV വെച്ച് നമ്മളത് ട്രാക്ക് ചെയ്യണേ, അതേപോലെ ഡ്രോൺ ഉപയോഗിച്ച് ലൈവായിട്ട് നമുക്കിത് കൺട്രോൾ ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതായത് സെക്യൂരിറ്റി ആൻഡ് ആൻറ്റി ടെററിന് വരെ ഇത് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ പറഞ്ഞില്ലേ, ഇതൊരു മിലിറ്ററി പർപ്പസിനും സിവിൽ പർപ്പസിനും മാപ്പിംഗ് പർപ്പസിനും ഇത് യൂസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമുക്കറിയാലോ ഈ പറയുന്ന പോലെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഈ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ രാജേഷ് കുമാർ സിംഗ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഡിഫൻസ് സെക്രട്ടറിയാണ്. അദ്ദേഹം പറയുകയുണ്ടായി, ഈ ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റിൽ ഇന്ത്യ ഒരുപാട് ഡ്രോൺസ് നമ്മളും ഉപയോഗിച്ചിരുന്നു, പാകിസ്ഥാനും അതേപോലെ ഉപയോഗിച്ചിരുന്നു എന്നുള്ള. ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ യൂസ് ചെയ്തിരുന്ന പണ്ട് നമ്മൾ ഇസ്രായേൽ, നമ്മുടെ 3rd ലാർജസ്റ്റ് ആം സപ്ലയർ ഇസ്രായേൽ ആണല്ലോ, ഇസ്രായേലിൽ നിന്ന് കിട്ടിയ ഡ്രോൺസ് നമുക്ക് ഒരുപാടുണ്ട്. പാകിസ്ഥാനാണെങ്കിൽ ടർക്കിഷ് മെയ്ഡും ചൈനീസ് മെയ്ഡുമാണ് യൂസ് ചെയ്തതെന്നുള്ളത്. നമ്മൾ അടുത്ത കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിലുണ്ടല്ലോ, അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരുപാട്, അതായത് ഈ ഡ്രോൺ ഇൻഡസ്ട്രി ഭയങ്കരമായിട്ട് ഇന്ത്യയിൽ ഫ്ലറിഷ് ചെയ്തു എന്നുള്ള. ഇതിൽ ഫ്ലറിഷ് ചെയ്തിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഡ്രോൺ ഇൻഡസ്ട്രിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പുറത്തുനിന്നുള്ള ഡ്രോൺ ഇമ്പോർട്ടിനെ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ്. ബട്ട് നമുക്കൊരു കുഴപ്പമുണ്ട്, ഈ ഡ്രോൺ നമ്മൾ ഇവിടെ ഉണ്ടാക്കണമെങ്കിലും ഇതിൻ്റെ ക്രിട്ടിക്കലായിട്ടുള്ള കമ്പോണൻസ് വീണ്ടും പുറത്തുനിന്നാണ് വരുന്നത്, അത് ചൈനയാണെന്നുള്ളതാണ്. നമുക്കറിയാലോ, ഈ റെയർ എർത്ത് മിനറൽസും റെയർ എർത്ത് മാഗ്നറ്റ്സും നമ്മുടെ ഈ ഓട്ടോമൊബൈൽ 2 വീലർ ഇൻഡസ്ട്രി അല്ലെങ്കിൽ 4 വീലർ ഇൻഡസ്ട്രി ആയിട്ട് ICV എഞ്ചിൻസിനും ഇലക്ട്രിക് വെഹിക്കിൾസിനും ഒക്കെ ഒരുപാടായിട്ട് നമ്മൾ അതിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ചൈന ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പം അതേപോലത്തെ ഒരു ഇഷ്യൂ തന്നെയാണ് ഈ പറയുന്ന പോലെ ഡ്രോൺസിലും. അതായത് ഡ്രോൺസിൻ്റെ സെൻസേഴ്സ്, മോട്ടോഴ്സ്, ഇമേജിംഗ് സിസ്റ്റംസ്, ഇതിനകത്തൊക്കെ ഒരുപാട് ക്രിട്ടിക്കൽ കമ്പോണൻസ് ചൈനയിൽ വരുന്നു എന്നുള്ള. അപ്പം നമ്മളെ സംബന്ധിച്ച് ഡ്രോൺ മാനുഫാക്ചറിങ് നന്നായിട്ട് മുന്നോട്ട് പോയാൽ പോലും ഈ കമ്പോണൻസിൻ്റെ കാര്യത്തിൽ നമുക്കൊരു പ്രോബ്ലം തന്നെയാണെന്ന്. അപ്പോൾ ഗവൺമെൻറ് ഒരു വലിയൊരു മാസ്റ്റർ പ്ലാനായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ രാജേഷ് കുമാർ സിംഗ് ഡിഫൻസ് സെക്രട്ടറി പറയുന്നത് വെച്ചാൽ വി ഹാവ് ലേൺഡ് എ ലെസൺ, അതായത് നമ്മളൊരു ലെസൺ മനസ്സിലാക്കി. അതായത് ഇനിയിപ്പോൾ നമ്മുടെ സിവിലിയൻ യൂസിനും മിലിറ്ററി യൂസിനും ഡ്രോൺസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡെയിലി ലൈഫ് പർപ്പസിനും പല കാര്യങ്ങൾക്കും ഡ്രോണിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ ഹൈ ആണ്. അത് മാനുഫാക്ചർ ചെയ്താൽ മാത്രം പോരാ, അതിൻ്റെ ക്രിട്ടിക്കൽ കമ്പോണൻസും കൂടെ നമ്മൾ മാനുഫാക്ചർ ചെയ്ത് മുന്നോട്ട് പോകണം എന്ന് ഇന്ത്യൻ ഗവൺമെൻറ് മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കാനുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വച്ചിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഗവൺമെൻറ് ഏതാണ്ട് 2000 കോടി ഇതിനു വേണ്ടി, അതായത് ഡ്രോൺ മാത്രമല്ല ഡ്രോണിൻ്റെ ക്രിട്ടിക്കൽ കമ്പോണൻസും അതിൻ്റെ സോഫ്റ്റ്വെയറും അതിൻ്റെ കൺട്രോൾ ഡ്രോൺ സിസ്റ്റം, അതായത് ഡ്രോൺസിനെ നമുക്ക് തിരിച്ച് അറ്റാക്ക് ചെയ്യാനുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട എന്നുള്ളത് പറഞ്ഞു വയ്ക്കണമെന്നുള്ളതാണ്. 2021 നമുക്കറിയാലോ ഒരു PLI സ്കീം ഇതിനു വേണ്ടി വന്നിട്ടുണ്ട്. അതായത് 120 കോടി ഗവൺമെൻറ് അതിനു വേണ്ടി മാറ്റി വെച്ചു എന്നുള്ളതാണ്. ഏതാണ്ട് 2028 40% അതിൻ്റെ കമ്പോണൻസ് ഇന്ത്യയിൽ ഉണ്ടാക്കണമെന്നാണ് ഗവൺമെൻറ് ആഗ്രഹം. അപ്പോൾ ഏതാണ്ട് 600 ഡ്രോൺ കമ്പനീസ് ഇന്ത്യയിൽ ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. അതുമാത്രമല്ല ഈ സിഡ്ബി പോലത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലോ കോസ്റ്റ് ലോണുകൾ ഈ പറയുന്ന ഡ്രോൺ മാനുഫാക്ചറിങ് കമ്പനിക്ക് കൊടുക്കാനുള്ള സാധ്യതകളുണ്ടെന്ന് കേൾക്കുന്നു. അപ്പോൾ
ഈ വക ഫെസിലിറ്റീസ് ഒക്കെ കാരണം തന്നെ നമ്മളിപ്പോൾ അടുത്ത കാലത്ത് 2 ദിവസം മുമ്പേ വായിച്ചത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ്, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ഒക്കെ ഡ്രോൺ മാനുഫാക്ചറിംഗിൽ ഭയങ്കരമായിട്ട് എൻട്രി ചെയ്യാൻ പോകണു എന്നുള്ളത് നമ്മൾ സെൻടെക്കും അതിനകത്തുള്ളൊരു ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ആയിട്ട് മാറ്റുന്നു. പിന്നെ ചെറിയ ചെറിയ കമ്പനികൾ ഉണ്ട് അതിനകത്ത് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഇതിനകത്ത് നമ്മൾ ശരിക്കും പറഞ്ഞ സ്പോട്ട്ലൈറ്റ് അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു ഡ്രോൺ മേക്കിംഗ് കമ്പനിയായ ഐഡിയ ഫോർജ് ആണ്. അത് ഡ്രോൺ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ, ആളില്ലാതെ നമ്മൾ ഏരിയലായിട്ട് യൂസ് ചെയ്യുന്ന വെഹിക്കിളിനാണ് UAV എന്ന് പറയുന്നത്. UAV ഡ്രോൺ കമ്പനിയാണ് ഈ ഐഡിയ ഫോർജ് എന്ന് പറയുന്നത്. ഇത് ലീഡറാണ് ഇന്ത്യയിലെ ശരിക്കും പറഞ്ഞ ഒരു പ്രൈവറ്റ് സ്പേസിൽ. ഇതേപോലെ വളരെ ഗ്ലോബൽ അംബിഷൻ ഉണ്ട്. ഇന്ത്യൻ മാനുഫാക്ചറിങ് സിസ്റ്റംസ് ആണ് അവർക്ക് ഉള്ളതെന്നുള്ളതാണ്. ഇവരെ സംബന്ധിച്ച് 2023 ഇവരുടെ ഡിഫൻസിനാണ് ഇവർ 80% ഇവർ ഡ്രോൺ പ്രൊഡ്യൂസ് ചെയ്തത്. എന്നാൽ 2025 ആയപ്പോൾ 80-ൽ നിന്ന് അത് 59% ആയിട്ട് കുറഞ്ഞു എന്നുള്ള. സിവിലിയൻ പർപ്പസിന് 2023 ഇവർ 20% യൂസ് ചെയ്തത് കൂടി ഇപ്പോൾ 41% ആയി. അപ്പോൾ ഏതാണ്ട് ഈവൻലി ബാലൻസ്ഡ് ആയി അവരുടെ റവന്യൂ മിക്സ് എന്നുള്ളത്. അവരുടെ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ഇതേപോലെ അൺമാൻഡ് വെഹിക്കിൾസ് ആണ്, അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ് ആണ്. അതിനകത്ത് സ്വിച്ച് AV എന്ന് പറയുന്നത്, അതായത് മിലിറ്ററി ഇന്ത്യയിൽ അക്സെപ്റ്റ് ചെയ്ത ഒരു പ്രോഡക്റ്റ് അവർക്ക് ഉണ്ടെന്നുള്ളതാണ് പ്രത്യേകത. അതുപോലെ ET എന്ന് പറഞ്ഞ ഇവർക്ക് വേറൊരു മോഡലുണ്ട്. അത് ലോജിസ്റ്റിക്സിനും മറ്റുള്ള ഡെലിവറി സർവീസിനും യൂസ് ചെയ്യുന്നു. പല തരത്തിലുള്ള ഡ്രോൺസ് ഇവർ മാനുഫാക്ചർ ചെയ്യുന്നു. 2025 ഇവരുടെ ഒരു ഫിനാൻഷ്യൽസ് നോക്കുകയാണെങ്കിൽ 160 കോടിയാണ് ഇവരുടെ റവന്യൂ. പാറ്റ് ഇല്ല, 62 കോടി ലോസ് ആണെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കമ്പനിക്ക് ഈ പറയുന്ന പോലെ നമുക്കൊരു EPS PE ഒന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. മാർക്കറ്റ് ക്യാപ്പ് ഏതാണ്ട് 2500 കോടിയാണ്. ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസ് 597 ആണ്. ഇതിന് ഡെപ്റ്റ് ഇല്ല കേട്ടോ, വളരെ നെഗ്ലിജിബിൾ ഡെപ്റ്റ് ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ക്യാഷ് ഓൺ ദ ബുക്സ് 97 crores ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇവരുടെ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻസ് ഒക്കെ നെഗറ്റീവാണ്, -77 crores ആണ്. അപ്പോൾ നെറ്റ് ക്യാഷ് ഫ്ലോ തന്നെ -152 crores ആണ്. അപ്പോൾ പ്രോഫിറ്റും ഇല്ല, ക്യാഷ് ഫ്ലോ ഇല്ല എന്നുള്ളത് കമ്പനിക്ക് ഡേഞ്ചറാണ്. നമുക്കറിയാലോ ഒരുപാട് ഇൻവെൻട്രി ഇത് ബിൽഡപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഇൻവെൻട്രി ബിൽഡപ്പ് ചെയ്തതൊന്നും ഇവർക്ക് വിറ്റുപോയിട്ടും ഇല്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല ഈ പറയുന്ന പോലെ റിസീവബിൾസ്, വിറ്റ സാധനത്തിനുള്ള പൈസയും ഇവർക്ക് കറക്റ്റായിട്ട് കിട്ടിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ബിസിനസ്സിന് എല്ലാ യോഗ്യതകളും ഉണ്ടെങ്കിലും ആ ഒരു ക്യാഷ് അത് ക്ലിയർ ആയിട്ട് വരുന്നില്ല എന്നുള്ളതാണ് അതിനകത്ത് മനസ്സിലാക്കുന്നത്. ഇതിനകത്ത് പ്രൊമോട്ടേഴ്സിന് 29% സ്റ്റേക്ക് ഉണ്ട്, FISന് 1.5%, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷന് 1.5%, പബ്ലിക്കിൻ്റെ കയ്യിലാണ് ഈ കമ്പനി കൂടുതലിരിക്കുന്നത് 67% എന്നുള്ളതാണ്. ഇതിൻ്റെ റിട്ടേൺ ഇൻ ഇക്വിറ്റി ഒക്കെ നെഗറ്റീവാണ്. ROE ഒരിടയ്ക്ക് 2028 39 വരെ പോയി. അപ്പോൾ 2028 ഇവർക്കൊരു നല്ല ഇയർ ആയിരുന്നു എന്നുള്ള, പിന്നെ അതിനുശേഷം ഡിപ്പായി. ശരിക്കും പറഞ്ഞാൽ ഒരിടയ്ക്ക് 1290 രൂപ വരെ സ്റ്റോക്ക് പ്രൈസ് 2023 പോയിട്ട് ഇപ്പോൾ ഏതാണ്ട് 592 ഇത് വാല്യുവേഷൻ നോക്കുകയാണെങ്കിൽ പരസ് ഡിഫൻസ് ഒക്കെ ഉണ്ടല്ലോ, നെറ്റ് പ്രോഫിറ്റ് 61 കോടിയാണ്. അവർ ട്രേഡ് ചെയ്യണത് മാർക്കറ്റ് ക്യാപ് ടു സെയിൽസ് 18.8% ആണെങ്കിൽ അതേ സെൻടെക് 300 കോടി പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കമ്പനി 18 ടൈംസ് മാർക്കറ്റ് ക്യാപ് ടു സെയിൽസിലാണെങ്കിൽ ഈ ഐഡിയ ഫോർജ് ലോസിലാണെങ്കിൽ പോലും 15 ടൈംസിലാണെന്നുള്ളത്. അതായത് വളരെ ഓവർ വാല്യൂഡ് ആണ് സ്റ്റോക്ക് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാൻ എന്തുകൊണ്ട് ഐഡിയ ഫോർജ് ഇതിൽ അവതരിപ്പിച്ചു എന്ന് വെച്ചാൽ ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് റെക്കമെൻഡേഷൻസ് വരും, ആർട്ടിക്കിൾസ് വരും. പക്ഷേ അതിൽ പല ഓപ്പറേറ്റേഴ്സും ഇത് യൂട്ടിലൈസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഐഡിയ ഫോർജ് മോശം എന്നല്ല പറയുന്നത്, പക്ഷേ അതിൻ്റെ ഫണ്ടമെന്റൽസ് ഇപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതൊരു കോസ്റ്റ്ലി വാല്യുവേഷനിലാണ്. ശ്രദ്ധിക്കുക, ഈ പറയുന്ന പോലെ പ്ലേയേഴ്സ് HAL-ഉം BAL-ഉം ഒക്കെ അതിനകത്ത് ഉണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞു വയ്ക്കുന്നു. ഐഡിയ ഫോർജിനെ കുറിച്ച് എന്തെങ്കിലും പോസിറ്റീവായിട്ട് വരണമെങ്കിൽ ഇതിൻ്റെ നെഗറ്റീവും കൂടെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അതിനെ നെഗോഷിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാമെന്ന് പറയുന്നു. ഇതിൻ്റെ ഡിസ്ക്ലൈമർ അനില പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ഏതായാലും ഇവിടെ നൽകിയിരിക്കുന്ന ഒരു റെക്കമെൻഡേഷൻസും ഒരു സ്റ്റോക്ക് അഡ്വൈസ് ആയിട്ട് എടുക്കരുത്. ഇതെല്ലാം തന്നെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും ഓപ്പണിംഗ് അവസാനം ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു സമയമായിരിക്കുകയാണ്. പ്രത്യേകം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഇവിടെ നൽകിയിരിക്കുന്ന ഒന്നും തന്നെ സ്റ്റോക്ക് റെക്കമെൻഡേഷൻസ് അല്ല. നിങ്ങൾ ഓരോ സ്റ്റോക്ക് പിക്ക് ചെയ്തതിനു മുമ്പ് കൃത്യമായ പഠനങ്ങൾക്ക് ശേഷവും ഒപ്പം തന്നെ ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റിൻ്റെ അഡ്വൈസ് ചെയ്തതിനു ശേഷവും മാത്രം നടത്തുക. ഓപ്പണിംഗ് അവസാനം ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീണ്ടും മറ്റൊരു അപ്ഡേറ്റ്സും അതിനോടൊപ്പം തന്നെ മറ്റ് മാർക്കറ്റ് ഡീറ്റെയിൽസും ഒക്കെ ആയിട്ട് അടുത്ത മണിക്കൂറിൽ വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്.